നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആദിമനുജനം ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിലാകെ പരന്നതും. ആദിമനുജനം ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിൽ ആകെ പരന്നതും. ഏവർക്കും പാപ പരിഹാരത്തിനായി സ്വർഗമഹിമ വീട്ടികത്തിൽ വന്ന പുരുഷനെ കണ്ട് ഉത്തമ പുരുഷനെ കണ്ട് ഉത്തമ പുരുഷനെ കണ്ട്. മൂന്നുപത്തിൽ സ്നാനം മൂന്നരയിന്മേല മൂന്നുപത്തിൽ സ്നാനം മൂന്നരയിന്മേല മൂന്നുപത്തിൽ സ്നാനം മൂന്നരയിന്മേല മൂന്നുപത്തിൽ സ്നാനം മൂന്നരയിൽ വേല ഇങ്ങനെ ഭൂതലെ സഞ്ചരിച്ചു നാഥൻ. മൂന്നുപത്തിൽ സ്നാനം മൂന്നരയിൽ വേല മൂന്നുപത്തിൽ സ്നാനം മൂന്നര ഇങ്ങനെ ഭൂതലെ സഞ്ചരിച്ചു നാഥൻ. മൂന്നുപത്തിൽ സ്നാനം മൂന്നരയിന്മേല മൂന്നുപത്തിൽ സ്നാനം മൂന്നരയിന്മേല ഇങ്ങനെ ഭൂതലെ സഞ്ചരിച്ചു നാഥൻ. പാരിൽ പലതരം വേലകൾ ചെയ്തു താൻ ഭൂതപിശാചിൻ തലയെ തകർത്ത പുരുഷനെ കണ്ട് ഉത്തമ പുരുഷനെ കണ്ട് പുരുഷനെ കണ്ട് ഉത്തമ പുരുഷനെ കണ്ട്. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. പാട്ട് പാടാനുള്ള ട്യൂണും സ്വരമാധുര്യവും ഇവരുടെ ഭാഷയെ പറഞ്ഞ ശ്രുതിയൊന്നുമില്ല. പിന്നെ ഇവരെ പോലുള്ളവർ നമ്മളെയും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. അപ്പം അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഇരിക്കാം. ഇന്ന് രാത്രി വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ തിരുവചനമാണ് ഇവിടെ വായിച്ച് പൊതുവിൽ കേട്ടത്. ഓർപ്പിച്ചല്ലോ, എല്ലാവർക്കും മനഃപ്പാഠമാണ്. നമ്മുടെ കർത്താവ് അരുളി ചെയ്യുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു, കലങ്ങിയിരിക്കുക. അപ്പൊ അതുകൊണ്ട് അവരോടും കൂടെ ഇന്ന് രാത്രി പറഞ്ഞ ഹൃദയം കലങ്ങിപ്പോകരുത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യമാണ്. നമ്മുടെ ഇത് ഏത് സെന്ററാ? വെള്ളറട. സെന്റർ പാസ് ഉണ്ടോ? അപ്പൊ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ വെള്ളറട സെന്റർ, അതിന്റെ ചുമതല വഹിക്കുന്ന കർത്തൃദാസൻ, അവിടെയുള്ളതായ എല്ലാ കർത്തൃദാസന്മാർ, വേലക്കാർ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹൃദയം കലങ്ങിപ്പോകരുത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ഇവിടെ പൊതുവിൽ പരാമർശിച്ചല്ലോ, സുവിശേഷ മഹായോഗം. അപ്പൊ ഇന്ന് അങ്ങനെ അങ്ങോട്ട് പോട്ടെ. എന്താണ് സുവിശേഷം? ഏതാണ് സുവിശേഷം? തർക്കമൊന്നും വേണ്ട. സുവിശേഷം ആളെ കൂട്ടുകയല്ല,
മതം മാറ്റുകയല്ല, ബഹളവും വെപ്രാളവും ഉണ്ടാക്കേ. നീ മിണ്ടരുത്, അടങ്ങി ശ്രദ്ധിച്ചു. നീ ഇവിടെ വന്നിരിക്കുന്നതായിരിക്കും നല്ലത്. ചുമല ഇവിടെ വന്നു അല്ലെ, വർത്താനം പറയരുത് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം മതം മാറ്റുകയല്ല, ആളെ കൂട്ടുകയല്ല, വെപ്രാളവും പരിവേഷവും ഒന്നും കാണിക്കുകയല്ല, പ്രാസം ഒപ്പിച്ച് വാഹനങ്ങൾ എടുത്തിട്ട് അമ്മാനമാടുന്ന മാർഗമല്ല, എന്തെങ്കിലും മോഹദാനം കൊടുത്ത് ആളെ സംഘടിപ്പിക്കുകയല്ല, ഇങ്ങനെയുള്ള വാദ്യ ഉപകരണങ്ങൾ വെച്ച് ഇളക്കുന്നതല്ല സുവിശേഷം. തത്വസംഹിതകൾ നിരത്തി വെക്കുന്നതല്ല സുവിശേഷം. പ്രത്യേക ശാസ്ത്രങ്ങളുണ്ട്, അതൊന്നും അറിയിക്കുന്നതല്ല സുവിശേഷം. നിങ്ങൾക്കറിയാം, അറിയാൻ പാടില്ലാത്തവരുടെ അറിവിന് സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിൽ ഇറങ്ങി വന്ന നസറായനാകുന്ന യേശു ക്രിസ്തു. അങ്ങനെ വന്ന ഒറ്റ ഒരാളെ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. സ്തോത്രം. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗമഹിമകൾ വെടിഞ്ഞു, ഏഴയ്ക്കു വേണ്ടി യേശു യാഗമായി. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗമഹിമകൾ വെടിഞ്ഞു, ഏഴയ്ക്കു വേണ്ടി യേശു യാഗമായി. അപ്പോൾ സ്വർഗമഹിമകൾ വിട്ട് ഈ ലോകത്തിൽ ഇറങ്ങി വന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. ഇടയ്ക്കിടയ്ക്ക് ഈ രണ്ട് ചീല് പാടുമ്പോൾ അത് കൈകാര്യം ചെയ്തോളൂ. നാളെ നിങ്ങൾ തന്നെയാണല്ലോ. അപ്പം ഇന്നത്തെക്കാലം കുറച്ചുകൂടി ഒക്കും, നമ്മളൊന്ന് ഒത്തുവരണമല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, അപ്പൊ സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, അത് കർത്താവാകുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെയും ദൈവമാണ്. ചില ആൾക്കാർ ധരിച്ചു വരിക്കുന്ന മിശിഹാതമ്പുരാൻ ഞങ്ങളുടെയാണ്, ഞങ്ങള് മിശിഹാതമ്പുരാനെ പ്രത്യേക സ്ഥലത്ത് ഇരുത്തിയിരിക്കുകയാണ്. അത് വർഷത്തിലോ മാസത്തിലോ ഞങ്ങളുടെ ആൾക്കാർ വന്ന് പൂട്ട് തുറക്കും. വിശുദ്ധാമ്പുരാന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിച്ചുകൊണ്ട് ഞങ്ങള്, മനസ്സിലാകാര്യമൊന്നും അല്ല, നിങ്ങൾ എന്നെ ഒത്തോണ്ടാക്കുക എന്ന് എനിക്കറിയാം. അപ്പോൾ യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല. ഇനി ഞാൻ ഓപ്പണായിട്ട് പറയാം, കത്തോലിക്കന്റെ കുത്തകയല്ല ക്രിസ്തു. യാക്കോബായ ഓർത്തഡോക്സ്, അങ്ങനത്തെ വടക്കൻ തിരുവിതാംകൂറിൽ സെൻട്രൽ ട്രാവൻകൂറിലൊക്കെ കനാനായ യാക്കോബ, കനാനായ കത്തോലിക്കര്, ഓർത്തഡോക്സ് യാക്കോബ്, ലത്തീന് ലണ്ടന്, CMS ആംഗ്ലിക്കൻ, പിന്നെ CSI സാൽവേഷൻ ആർമി, ഇവാഞ്ചലിക്കല്, മാർത്തോമ, കൽദായ സുറിയാനി ഉണ്ടല്ലോ, പല വകുപ്പുകളാണ്. ഇവരുടെ ആരുടെയും കുടുംബസ്വത്തല്ല ക്രിസ്തു. ബ്രദറുകാർക്ക് കുറച്ചുകൂടെ വചനത്തിൽ തിട്ടമാണെന്നൊരു വായ്പുണ്ട്. അപ്പോൾ അവര് പറയുന്നത് ഞങ്ങളെ പോലെ ഇങ്ങനെ അടുക്കടുക്കായിട്ട് കീറി പൊളിച്ച് വചനം പറയുന്ന ആരുമില്ല. ക്രിസ്തു ഞങ്ങളുടെ അവരുടേതും അല്ല. പെന്തിക്കോസുകാർ പറയുന്നത് ഞങ്ങളുടെ മാത്രമായ യേശു, വേറെ ആർക്കും ഞങ്ങൾ വിട്ട് കൊടുക്കുകയില്ല. പെന്തിക്കോസുകാരുടെ കുത്തകയൊന്നും അല്ല ക്രിസ്തു. ക്രിസ്തു മുഴു ലോകത്തിന്റെയും ദൈവമാണ്. നീ ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് ദൈവത്തിന് വിഷയമല്ല. നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ മനസ്സ് വെച്ചാൽ നിനക്ക് നിന്റെ കുടുംബത്തിന്റെ രക്ഷയാണ്. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി, അത് നസറയനാകുന്നു യേശു ക്രിസ്തു. യേശുവല്ലാതെ വേറൊരു രക്ഷ. ഇവിടെ ഈ ഏരിയ CSIക്കാർ കാണാൻ സാധ്യതയുണ്ടോ? CSI വന്നവരോ CSIയിലുള്ളവരോ ഒന്ന് കൈപൊക്കിക്കേ. സഭ മാറ്റാനൊന്നും അല്ല, നന്നായിട്ട് കൈപൊക്ക്. ഇങ്ങനെ പൊക്കിച്ച് താക്കാൻ നിന്ന് പൊക്ക് കാണട്ടെ ആരൊക്കെ. നാളെ മരണം. അപ്പൊ ഇവർക്കറിയാം ഈ പാട്ട്, നിങ്ങൾ പാടണം. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മനമേ, ഇകത്തിലുണ്ടോ പറക. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മനമേ, ഇകത്തിലുണ്ടോ പറക. അപ്പൊ യേശുക്രിസ്തു മാത്രം ഏക രക്ഷകൻ, അവിടുന്ന് മാത്രമാണ് രക്ഷിതാവ്. മറ്റൊരുത്തനിലും രക്ഷയില്ല.
യേശുക്രിസ്തു മാത്രം രക്ഷിതാവ്. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, അത് കർത്താവായ യേശുക്രിസ്തു. ഞാന് ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന ഈ പെന്തിക്കോസി വരുന്നത്. നിങ്ങൾക്ക് എന്നെ പറ്റി ചിലർക്ക് അറിയാം. ഈ അടുത്ത കാലത്താണ് വേണ്ടാത്തതും കൂടെ അറിയിക്കുന്നുമുണ്ട്. അപ്പം കുറച്ചുകൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും. ഈ അടുത്ത കാലത്താണെങ്കിൽ എൻ്റെ പേര് മാത്രം അറിയത്തുള്ളൂ. ഇപ്പൊ എൻ്റെ അപ്പൻ്റെ പേര് നന്നായിട്ട് നിങ്ങളൊന്നും അറിയാൻ മേല. പക്ഷെ ഞാൻ ഇന്നലെ ലണ്ടനിൽ നിന്ന് വന്നത്, എനിക്കൊന്നും ഞാൻ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ മാർഗത്തിൽ വരുന്നത്. ഒറ്റ വാക്കി പറഞ്ഞാൽ, അമ്പലത്തിലെ ദീപാരാധന കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ വിവരിക്കുന്നില്ല, ഒരു പെന്തിക്കോസുകാരുടെ മുറ്റത്ത് ഒരു യോഗം. ഇത്ര ആളൊന്നുമില്ല, അങ്കുലീഭരിതമായ ആൾക്കാർ. ശാരീരിക ക്ഷീണവും വ്യതയുണ്ട്, മനോപ്രയാസമുണ്ട്. ദൂരെ നിന്ന് യോഗം വീക്ഷിച്ചു. ഒരു ഹൃദയത്തിലൊരു ചിന്ത, ഇവർ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ സൗഖ്യം കിട്ടും. അമാന്തിച്ചില്ല, അധികം മുമ്പോട്ട് ചെന്നു, പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചു. അവിടെയുള്ള ഇതുപോലെ ദൈവദാസന്മാർ ചിലര് എൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ദൈവമക്കളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു സൗഖ്യമാക്കി. അങ്ങനെയാ ഞാന് ഈ പെന്തിക്കോസി വരുന്നത്. സ്തോത്രം. അല്ലാതെ എനിക്കാരും കാശ് തരാൻ പാടാ എന്നൊന്നും എന്നെ വിളിച്ചിട്ടല്ല. ചില ആൾക്കാർ പറഞ്ഞ കണ്ണടച്ച് ഫോട്ടോ എടുത്തയക്കുന്നു. കൊള്ളാം, ഇങ്ങോട്ട് വന്ന് നോക്ക്, പ്രാർത്ഥിക്കാൻ പോലും കണ്ണടക്കിയല്ല. പിന്നെ ഫോട്ടോയ്ക്ക് പാഷമാര് പ്രാർത്ഥിക്കാം, ഉടനെ നോക്ക് ആരാന്നറിയാനാ. അതെ, അധികം വിവരിക്കുന്നില്ല. അന്ന് രാത്രി യേശു സൗഖ്യമാക്കി. ഏതാണ്ട് രാത്രിയിൽ ഒരു 11:45 കഴിഞ്ഞപ്പോൾ രക്ഷിക്കപ്പെടുവാൻ ദൈവം ഭാഗ്യം നൽകി. അങ്ങനെയായി മാർഗത്തിൽ വന്നത്. അപ്പൊ ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, ഇതെന്തുവാന്ന് പോലും ഇത് അറിയത്തില്ല. ഇപ്പോഴും അറിയത്തില്ല. അറിയാവുന്ന 1-2 വാക്യമൊക്കെ പറയുന്നല്ലാതെ ഇതൊന്നും അറിയത്തില്ല. ചിലരുടെയൊക്കെ ആ നോട്ടോ ഇരിപ്പം കണ്ട ഇതുപോലെ ഞാൻ 3 എണ്ണവും കൂടെ പുതിയത് എഴുതാമെന്നും പറഞ്ഞായിരിക്കുന്നത്. അല്ല, ചിലരുടെ അഹങ്കാരമേ. ആ സ്റ്റേജിലാണെങ്കിലും സദസ്സിലാണെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ യോഗത്തിന് ചെല്ലുമ്പോഴേ ആ നോട്ടോ ഇരിപ്പം കണ്ട ഇതൊക്കെ തന്നെ ആയിരിക്കുന്നത്. ഞാൻ ഇതുപോലെ ഒരു 4-5 എണ്ണം കൂടെ. എനിക്കിത് അറിയത്തില്ല. പിന്നെ അവിടുന്ന് 1-2 വാക്യമൊക്കെ വിളിച്ച് പറയുന്നതല്ലാതെ ഇതിൻ്റെ ഒരു വിശേഷത, ഇത് പഠിക്കും തോറും നമുക്കൊരു കാര്യം പിടികിട്ടും, നമുക്കൊന്നും അറിയത്തില്ലെന്ന്. അതാ ഇതിൻ്റെ വിശേഷത. ഇത് പഠിക്കും തോറും നമുക്ക് മനസ്സിലാകും നമ്മളെ പോലൊരു വിഡ്ഢി. 2, ഇത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യും തോറും കർത്താവിനോട് സ്നേഹം വർദ്ധിക്കും. എൻ്റെ അനുഭവത്തിൽ നിന്നായി പറയാനേ. ഞാൻ ഓരോ ദിവസവും ശുശ്രൂഷയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സന്തോഷം വരാനുള്ളതിൻ്റെ കാരണത്തിൽ ഒരു കാരണം പറയാം. ആ കാരണങ്ങളെല്ലാം പറയാനല്ലല്ലോ വന്നത്. ഒരു കാരണം പറയാം. എന്നേക്കാൾ സൗന്ദര്യമല്ല, കഴിവുള്ള, ജ്ഞാനമുള്ള, അറിവുള്ള, കരുത്തുള്ള, മിടുക്കുള്ള, ധൈര്യമുള്ള, ശക്തിയുള്ള, ഒന്നുകൂടെ പറയാ, സൗന്ദര്യമുള്ള, ജ്ഞാനമുള്ള ദൈവദൂതന്മാർ ഈ ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിച്ചു. കർത്താവ് അനുവദിച്ചില്ല. സൗന്ദര്യമില്ലാത്ത, ജ്ഞാനമില്ലാത്ത, കഴിവില്ലാത്ത, ശക്തിയില്ലാത്ത, ബലമില്ലാത്ത, അറിവില്ലാത്ത, യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത എന്നെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചു. അതാ ഏറ്റവും വലിയ ഭാഗ്യം. സ്വർഗസുഖം മണ്ണുവെള്ളവും അനുഭവമാകാൻ, സ്വർഗസുഖം മണ്ണുവെള്ളവും അനുഭവമാകാൻ, സ്വർഗസുഖം എമ്മിച്ചെറിയാച്ചന്റെ പാട്ടാ. സ്വർഗസുഖം മണ്ണുവെള്ളവും അനുഭവമാകാൻ, സ്വർഗസുഖം മണ്ണുവെള്ളവും അനുഭവമാകാൻ,
യോഗ്യതയിൽ അഗതിയ നീ കൽപ്പവുമോർകിൽ, യോഗ്യതയിൽ അഗതിയ നീ കൽപ്പവുമോർകിൽ, ഭാഗ്യവശാൽ പാപിയ ഞാൻ രക്ഷിതനായി പാപശിക്ഷകൾ പോക്കി, ഭാഗ്യവശാൽ പാപിയ ഞാൻ രക്ഷിതനായി പാപശിക്ഷകൾ പോക്കി. മകാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം, മകാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം, മകോന്നതൻ വഹിച്ചിടും നീ ലോകത്തിൻ പാപം, മകോന്നതൻ വഹിച്ചിടും നീ ലോകത്തിൻ പാപം, സർവലോകത്തിൻ ശാപം, സർവലോകത്തിൻ ശാപം. അപ്പൊ യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന എനിക്കും കർത്തദാസന്മാരെ നിങ്ങൾക്കും ഈ മകനീയ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഭാഗ്യം നൽകി. അതുകൊണ്ട് സങ്കടത്തോടെയും നിരാശയോടെയും ഒന്ന് ഈ ശുശ്രൂഷ ചെയ്യരുത്. നല്ല സന്തോഷത്തോടെ പ്രസന്നവദനരായിട്ട് വേണം ഈ ശുശ്രൂഷ ചെയ്യാൻ. നമ്മളെക്കാൾ കരുത്തുള്ളതാ ദൂതന്മാർ. ഒരു ദൂതനിറങ്ങി ഒറ്റയടി 1,85,000. സ്തോത്രം. ആ ടൈപ്പ് ദൂതന്മാർക്ക് ഈ ശുശ്രൂഷ കൊടുത്തില്ലെന്ന്. കൽപ്പം കടയില്ലാത്ത എന്നെ നിങ്ങളെയും പിടിച്ച് ഒരു തമ്മുണ്ട് മടക്കി കുത്തി ഇങ്ങനെ നോക്കിയാൽ മതി. അന്നേരം നമുക്ക് ഈ ഏരിയയിൽ പരസ്യവും വേണ്ട, നമുക്ക് നമ്മളെ ദൈവം ഇത് ഏൽപ്പിച്ചല്ലോ. എന്നെയൊക്കെ വലിയൊരു തല്ലാൻ വന്നാൽ നിന്ന് കൊള്ളുകല്ലാതെ പിന്നെ തല്ലാനും ഉണ്ടെന്ന് ഇന്നാളെ ഒരാൾ പറഞ്ഞു. ആട്ടെ, ദൈവത്തിന് മഹത്വം. ഓരോ സമയവും ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കണം. അപ്പോൾ ഈ മാർഗത്തിൽ വന്നപ്പോൾ ഇതെന്തുവാണെന്നും അറിയത്തില്ല, ഇപ്പോഴും അറിയത്തില്ല. അപ്പോൾ ആരംഭ സമയത്ത് ഈ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നല്ലേ വരുന്നേ. അപ്പൊ ആരംഭ സമയത്ത് ഇത് എനിക്കൊരാൾ ബൈബിള് തന്നു. ഞാനിങ്ങനെ ബൈബിള് നോക്കി മറിച്ച് നോക്കിയപ്പം 4 സുവിശേഷം, മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, 4 സുവിശേഷം. പാസ്റ്റർ പറഞ്ഞത് സുവിശേഷം ഒന്നേ ഉള്ളെന്നാണ്. അപ്പൊ ഇത് സംശയത്തിന് ഹേതുവായി. എന്നാൽ ദൈവസഭയിൽ ചെന്ന് ഇതുപോലെ അവിശുദ്ധന്മാർ ദൈവവചനം പഠിപ്പിച്ച് അത് കേട്ട് പഠിച്ച് വായിച്ച് ഗ്രഹിച്ചപ്പോൾ പിടികിട്ടി സുവിശേഷം 4 ഇല്ല, സുവിശേഷം ഒന്നേ ഉള്ളൂ, അത് യേശുക്രിസ്തു. എന്നാൽ ഈ സുവിശേഷത്തിന്റെ 4 വിശേഷതകളാണ് ഈ 4 പേരും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ന്യായമായി ചിന്തം സുവിശേഷത്തിന് 4 വിശേഷതയുള്ളോ? അല്ല. 4, 40, 400 ഒന്നും അല്ല. സുവിശേഷത്തിന് ഒത്തിരി സുവിശേഷത്തിന് വിശേഷതയുള്ളല്ലോ. സ്തോത്രം. എന്നാൽ സുവിശേഷത്തിന് 4 വിശേഷത. അതിങ്ങനെ ഞാൻ പറയാനുള്ളത് നിങ്ങൾക്ക് പറയാ. യേശുക്രിസ്തുവിന്റെ വിശേഷതകൾ ഇഷ്ടംപോലെ വിശേഷതയാണ്. അതിലെയോ സഹോദരിമാരെല്ലാം വന്ന് ശൂന്യങ്കാരോട് ചോദിച്ചു, നീ കുറെ നാൾ കൊണ്ട് ഇങ്ങനെ പാടിയും പറഞ്ഞും തുള്ളിയും ചാടിയും എന്തുവാ ഇങ്ങനെ? അപ്പോൾ അവൾ പറഞ്ഞു, മാമ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ പറ്റി ഇങ്ങനെ സന്തോഷിച്ച് തുള്ളുക. അപ്പോൾ അവർ ചോദിച്ച്, നിന്റെ പ്രാണപ്രിയൻ ആരാ? അയ്യോ, അതൊരു ഇടയ ചെറുക്കനാ. അതെങ്ങനെ എൻ്റെ ചരിത്രം? അവള് വിവരിക്കുന്നത്, അവൾ പറഞ്ഞ്, എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച് നാരകത്തിൻ്റെ ചുവട്ടിലിട്ട് ഞാൻ ചാകാറായി കിടന്നതാ. കണ്ണുമെല്ലാം വന്നടഞ്ഞ്, പിളയെല്ലാം വന്നടിഞ്ഞ്, ചോരയെല്ലാം പറ്റി അവസാനം കരയാൻ കെൽപ്പില്ലാതെ നാരകത്തിന് ചുവട്ടി കിടന്നതാ. ഒരു കണ്ണിന് പോലും ദയയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആടുകളെ തീറ്റി വരുന്നൊരു ഇടയച്ചെറുക്കൻ ഇങ്ങനെ ഗിലെയാദ് മലഞ്ചെരുവിൽ കൂടെ അതിനപ്പുറ ഭാഗത്തൂടെ ഒക്കെ ആടിനെ തീറ്റി ഇങ്ങോട്ട് വന്നപ്പം ആട് മുന്നേ, ഇടയം പുറകെ. അപ്പോൾ മുന്നേ വന്ന ആട് അറച്ചു നിന്നു. അപ്പൊ പുറകെ വന്ന ഇടയന് മനസ്സിലായി എന്തോ പരുവക്കേടാണ്. ഇടയൻ ആടിനെ വകഞ്ഞു മാറ്റി, എൻ്റെ ഭാവനയും കൂടെ ചേർത്ത ആടിനെ വകഞ്ഞു മാറ്റി വന്ന് നോക്കുമ്പോൾ മരണവക്ത്രത്തിൽ അകപ്പെട്ട ഒരു ചോര കുഞ്ഞ്. തള്ള പ്രസവിച്ചേച്ച് മാറിക്കളഞ്ഞതാ. ഇന്നലെയും പേപ്പർ വായിച്ചല്ലോ, ബക്കറ്റിനകത്ത് ഒരുത്തി കിട്ടുന്നത്. ഇവള് ബക്കറ്റ് ഇട്ടു, തള്ള നാരകത്തിന്റെ ചുവട്ടിലിട്ടു. രണ്ടും ചെയ്യുമാ. ഇവിടെ ഒന്നും പേപ്പർ വരുത്തുന്നില്ലേ?
അത് നിങ്ങളിനി മനോരമക്കാരുമായിട്ട് ഉടക്കാമെന്നു ദേശാഭിമാനിക്കകത്തുണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് കൂടുതൽ ഇത് കൊടുക്കുമെന്ന് അറിയത്തില്ല. എല്ലാത്തിനും ഉണ്ട്, എല്ലാ പേപ്പറിലും ഉണ്ട്. എവിടെ ബക്കറ്റിലിട്ടു, മറ്റേ നാരകത്തിൻ്റെ ചുവട്ടിലിട്ടു. ബക്കറ്റിൽ കിടന്ന കുഞ്ഞിപ്പോൾ രക്ഷ. ഒരമ്മയ്ക്കത് സഹിക്കാൻ പറ്റത്തില്ല. അല്ല, പുസ്തകത്തിൽ വാക്യമുണ്ട്, അമ്മ മറന്നാലും ഞാൻ നിന്നെ. അപ്പം അതിൻ്റെ അർത്ഥം അമ്മ മറക്കുവന്ന ഇല്ലേ? ഈ കൊച്ചുങ്ങളെയൊക്കെ പഠിപ്പിച്ച് വെച്ചേക്കുന്നത് അമ്മയുടെ സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം. കൊച്ചുങ്ങൾക്ക് അത് കാരണം അമ്മയോടാണ് കൂടുതൽ പറ്റുമാന. അപ്പനെ കാണാം സ്നേഹം ഇല്ലെന്നല്ല, ഓ പപ്പ അവിടെ കണ്ടിരിക്കും, അമ്മയോട് ഞാൻ കാര്യം പറയട്ടെ. അത് കുറ്റമല്ല, ഒരു പ്രകൃതം അങ്ങനെ. എന്തായാലും അങ്ങനെയുള്ള അമ്മയും മറക്കും, പക്ഷെ മറക്കാത്തൊരു കർത്താവുണ്ട്. ഒരു പാട്ടില്ലേ, തായ് മറക്കായെങ്കിലും എന്നെ മറക്കാ സ്നേഹിതനേ, തായ് മറക്കായെങ്കിലും എന്നെ മറക്കാ സ്നേഹിതൻ. അപ്പൊ അമ്മ മറക്കും, എന്നാലും മറക്കാത്തൊരു കർത്താവുണ്ട്. അപ്പൊ ആടുകളെ വകഞ്ഞു മാറ്റി വന്നപ്പോൾ ഒരു ചോരക്കുഞ്ഞ് യഹൂദന്റെ പ്രമാണം അനുസരിച്ച്, അല്ലെങ്കിൽ ഇവന്റെ വ്യവസ്ഥ അനുസരിച്ച് കൊച്ചിനെ തൊടാൻ ഒക്കത്തില്ല. കാരണം ചോരയെ പെരണ്ട് കിടക്കുക, രക്തത്തിൽ സ്പർശിക്കരുത്, അശുദ്ധനാ. അപ്പൊ എന്റെ ചിന്തയെ പറഞ്ഞാൽ ഈ ചോര പൊതിഞ്ഞ കുഞ്ഞിനെ കോരിയെടുക്കാൻ ഒരുങ്ങിയ ഉടനെ ആ പ്രമാണം വിലക്കി, തൊടരുത്. പർവ്വതത്തിൽ കൊടുത്ത പ്രമാണമേ, അത് അവര് വൈബ്രേഷനിലേ സംസാരിക്കുള്ളൂ. തൊടരുത്. ഓ, നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ? തൊടരുത്. അപ്പം ഒന്നറച്ചു. അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അവരുടെ യോഗത്തിന് പോകരുത്, സ്നാനപ്പെടരുത്, മറുഭാഷ പറയരുത്. അപ്പൊ ഈ പ്രമാണം വിലക്കി തൊടരുത്, കാരണം ഇവന് അശുദ്ധനായിത്തീരും. ന്യായപ്രമാണത്തെ പറ്റി പുസ്തകം പഠിപ്പിക്കുന്നത് കൊല്ലുന്ന പ്രമാണമാണ്. ഇത് ശത്രുവാണ്. ആ കൊല്ലുന്ന പ്രമാണം വിലക്കിയപ്പോൾ എന്റെ ഭാഷയെ പറയാം, കൃപയുടെ പ്രമാണം കൊച്ചിനെ കോരിഞ്ഞെടുത്തു. സ്തോത്രം, സ്തോത്രം. കല്ലുകളിൽ വരച്ചതാം ചാവിൻ ശുശ്രൂഷയ്ക്കുള്ളിൽ ഇരുന്ന ഈ നമ്മെ, കല്ലുകളിൽ വരച്ചതാം ചാവിൻ ശുശ്രൂഷയ്ക്കുള്ളിൽ ഇരുന്ന ഈ നമ്മെ, അല്ലൽ കൂടാതെ തന്റെ തുല്യം ഇല്ലാത്തത്, അല്ലൽ കൂടാതെ തന്റെ തുല്യം ഇല്ലാത്തത്, ഉള്ളിൽ കണ്ടെത്തി പുതുവുള്ളം പകർന്നവ ദേവജന സമാജമേ, നിങ്ങളശേഷം ജീവനാഥനെ സ്തുതിപ്പിൻ, നിങ്ങളശേഷം ജീവനാഥനെ സ്തുതിപ്പിൻ. അപ്പൊ ഈ കൊല്ലുന്ന പ്രമാണം അത് വിലക്കി, എന്നാൽ കൃപയുടെ പ്രമാണം കൊച്ചിനെ കോരിയെടുത്തു. എൻ്റെ വിഷയം അതല്ലാത്ത കൊണ്ട് അധികം നിന്ന് പറയുന്നില്ല. ആ ഇടയ ചെറുക്കൻ ഒന്നും അമാന്തിച്ചില്ല. കോരിയെടുത്ത് ചോരയെല്ലാം ഒപ്പി തുടച്ച് തോർത്തി ക്രമപ്പെടുത്തി ആ കവളത്ത് എൻ്റെ ഭാവന മുത്തവൊക്കെ ഇട്ട് മാറോട് ചേർത്ത് അമ്മയുടെ ഒക്കെ കൊണ്ട് കൊടുത്തേച്ച് പറഞ്ഞു, വളർത്തിക്കോണം, ആടനെ തീറ്റാൻ പോവുക, തിരിച്ചു വരുമ്പോൾ ഞാൻ കൊണ്ടുപോക്കോളാന്ന്. അവിടുന്ന് പോയിട്ടുണ്ട്, തിരിച്ചു വരുമ്പോൾ കൊണ്ടുപോകും. അതാ പ്രത്യാശ. തിരിച്ചു വരുമെന്നുള്ളത് ഉറപ്പാണ്.
സ്തോത്രം ആട്ടെ, അത് വേറൊരു വിഷയം, അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ പെൺകുട്ടി അതാ പറഞ്ഞത്, അങ്ങനെയുള്ള ആ ഇടയച്ചെറുക്കനെ പറ്റിയാ ഞാൻ പാടുന്നത്. അപ്പൊ അവര് ചോദിച്ചു, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ വിശേഷത വല്ലോ? അവള് പറഞ്ഞ മുഴുവൻ വിശേഷതയാ, മുടി മുതൽ നഖം വരെ വിശേഷതയാ. മുടി മുതൽ ഒന്ന് വായിച്ചേര്, 5:10 മുതൽ വായിച്ചേര്. മോനെ ഉത്തമഗീത അല്ലയോ, അവിടെ അല്ലയോ ഈ വിഷയം കിടക്കുന്നത്. അത് തന്നെ 5:10 മുതൽ വായിച്ചേടേന്ന് വായി. ഉത്തമഗീത ആയതുകൊണ്ടാണ് എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ, എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ. അതാ വിശേഷതയാ. 10,000 പേരിൽ അതിശ്രേഷ്ഠൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ. അവന്റെ ശിരസ്, അതാ മുടി മുതൽ തുടങ്ങുക, അവന്റെ ശിരസ് വിശേഷമായ തങ്കം. അത് ഡൈ അടിച്ച് നടക്കുമൊന്നും അല്ല. ശിരസ് വയസ്സ് 79 കഴിഞ്ഞ് ഇപ്പോഴും കൊച്ചു കളിച്ച് നടക്കുക. അത് പോട്ടെ, ആവശ്യമുള്ളവരെ എടുത്തോളും. മോമായിര് അവന്റെ ശിരസ് അതിശേഷമായ തങ്കം, അതിശ്രേഷ്ഠമായ തങ്കം. പിന്നെ അവന്റെ കുറുനരികള് ചുരുണ്ടും കാക്കയെ പോലെ ചുരുണ്ട. അല്ലാതെ ഇങ്ങനെ ഇപ്പോഴത്തെ ചില സഹോദരിമാരുണ്ട് ഇങ്ങനെ, എന്നാ പറയാന്നറിയാൻ പറ്റും. എന്നതാ ഞാൻ പറഞ്ഞാൽ തെറ്റും, നിങ്ങൾ തന്നെ പറയുന്ന നല്ലത്. ചുരുണ്ടും കാക്കയെ പോലെ ഇരിക്കുന്നു. അടുത്തത്, അവന്റെ കണ്ണ് നീർത്തോടുകളുടെ അരികത്ത് മാവുകൾക്ക് തുല്യം. നല്ല കണ്ണാ, അല്ല ഇതെങ്ങനെ നോക്കുമ്പോ മാവേലൊന്നും അല്ല. അടുത്തത്, അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതും ആകുന്നു. അവന്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും. നല്ല കവിളാ, സുഗന്ധ സസ്യങ്ങളുടെ തടം. അല്ലാതെ വലിച്ചു സോഡാക്കുപ്പി പോലെ അങ്ങനൊന്നും അല്ല കവിള്. കുത്തിയിരുന്ന് കലിങ്കലിന്ന് വലിച്ച് അണപ്പല്ലും പോയി. നല്ല ഒന്നാം കവിള്. വായിരുന്നു മനെ. അവന്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും നറൂൻ തൈകളുടെ ഭാരവും. അവന്റെ അധരം താമരപ്പൂ പോലെയും. അവന്റെ അധരം നല്ല താമരപ്പൂ പോലെ. അല്ലാതെ നിന്നെ കൊല്ലും തിന്നും, ഇന്ന് രാത്രി നിന്നെ സംഹരിക്കും. ലാവണ്യവാക്ക് അവിടെ നിന്നോട്ട് ഇറങ്ങി വരുന്നത്. ലാവണ്യവാക്ക്. അല്ല എനിക്ക് തരാനുള്ളത് തന്നില്ല, ഇന്ന് ഞാൻ നിന്നെ സംഹരിച്ചേച്ചേ. അങ്ങനൊന്നും യേശു ആരും പറയും. യേശു കൊല്ലാൻ വന്നല്ല, അത്തവനെയെല്ലാം ജീവിപ്പിച്ചു പോയ ആളാ. സ്തോത്രം. അപ്പോൾ അടുത്ത വാക്യം വായിരേ. അവന്റെ അധരം താമരപ്പൂ പോലെ ഇരിക്കുന്നു, അത് മുറുതൈലം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. അത് മൂറിൻ തൈലം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. വായി നിറങ്ങുന്നതെല്ലാം മൂറിന്റെ തൈലം പോലെ. മനസ്സിലായി എന്ന് പറഞ്ഞാൽ നല്ല വാക്കാ അവിടുന്ന് പറയുന്നത്. ഞാനോ ലോകാവസാനത്തെ വേള എല്ലാ നാളും ഇങ്ങനെയുള്ള വാക്കാ. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ഇതൊക്കെ ഈ വായിന്ന് വരുന്നത്. അല്ല നിന്റെ കുടുംബത്തെ ഞാൻ ഭസ്മീകരിക്കും, അങ്ങനൊന്നും അല്ല പറയുന്നത്. നല്ല സ്തോത്രം. വായിച്ചോ മോനെ, നേരെയല്ല. അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണ നാളങ്ങൾ പോലെ. അടുത്തത്, അവന്റെ ഉദരം നീലരത്നം പതിച്ച ദന്തനിർമ്മിതം. പിന്നെ അവന്റെ തുട തങ്കച്ചുടിൽ നിർത്തിയ വെൺകൽത്തുവൽ. അടുത്തത്, അവന്റെ രൂപം ലെബാനോനിലെ ദേവദാരു പോലെ തന്നെ ഉത്കൃഷ്ടമാകുന്നു. അവന്റെ വായ് ഏറ്റവും മധുരമുള്ളത്. അവൻ സർവാംഗ സുന്ദരൻ തന്നെ. സർവാംഗ സുന്ദരൻ. അടുത്തത്, യെരുശലേമിൻ പുത്രിമാരെ ഇവനാണ് എന്റെ പ്രിയൻ, ഇവനത്ര എന്റെ സ്നേഹിതൻ. ഇത് തന്നെയാണ് എന്റെ സ്നേഹിതൻ. ഇവനെ പറ്റിയാണ് ഞാൻ വർണ്ണിക്കുന്നത്, അവനെ പറ്റിയാണ് ഞാൻ സ്തുതി പാടുന്നത്. ഇന്ന് രാത്രി യോഗ്യതയുള്ളവൻ, ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേശാത്തവൻ, പാപമറിയാത്ത പരമവിശുദ്ധനായ ക്രിസ്തു ഏടി തൊട്ട് മുടി വരെ ഊനമൊന്നുമില്ലെന്നുള്ളതാണ്. പാട്ടെല്ലാം വരുന്നുണ്ട്. സാധാരണ എൻ്റെ കൂടെ എടുത്ത് പാടാൻ 2 പേര് കാണുന്നതാ. അവരിന്നില്ല, അവർക്ക് വേറെ ശുശ്രൂഷയ്ക്ക് ചൂപ്പാസ്റ്റും പോയി. എന്നാലും നിങ്ങൾ എന്നെയും കൂടെ കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ, വലിയ കാര്യം. സ്തോത്രം. ഭാഗത്തൊക്കെ ഉണ്ടെന്ന് അറിയാം എനിക്ക്, കൂടെ ആളില്ലാത്തത് കൊണ്ട്. എന്നാലും നിങ്ങൾ അറിയാവുന്നൊരു പാട്ട്, TKS പാടിയൊരു പാട്ടുണ്ട് യേശു ക്രിസ്തുവിനെ പറ്റി. അദ്ദേഹത്തിന്റെ പാട്ടെല്ലാം ക്രിസ്തു മാഹാത്മ്യമാണ്. അപ്പൊ TKS പാടിയ ഒരു പാട്ടിന്റെ 2 വരി പാടാം. യാതൊരു ഊനമില്ലാത്തവനാ ക്രിസ്തു. TKS ഇങ്ങനെയാ പാടിയത്. ഉന്നത ദൈവനന്ദനുലകിൽ വന്നിതു കന്യാജാതനായി. ഉന്നത ദൈവനന്ദനുലകിൽ വന്നിതു കന്യാജാ
അനാഥനായി ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിസ്തുലം. ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമ നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമ നിസ്തുലം. കാണുന്നില്ലി മനുജനിലം മുറ ചെയ്തുക മരണമതിൻ വിധിയെഴുതിയ ദീപനെ പ്രതി മാത്രം ഭൂമിയൽ പാടാൻ നേരമില്ല. കലിച്ചത ലേശം പോലും ഇല്ലെന്ന്. എത്ര കോടതി മാറി മാറി വിസ്തരിച്ച ഒരു കുറ്റവും കണ്ടില്ലല്ലോ. അന്നാസും അയ്യപ്പാവും അമ്മായിപ്പനും അനന്തനും ഒത്തോണ്ടാ, രണ്ടും അടുത്തടുത്ത ബിൽഡിങ്ങിലാ താമസിക്കുന്ന. അതാ വെളുപ്പിനെ വിസ്തരിച്ച് ഇവിടുന്ന് പിടിച്ച് ഉടനെ തന്നെ കയ്യപ്പാടൊക്കെ കൊണ്ടുപോയി തൊട്ടടുത്താ. ഇവര് ഒത്തോണ്ടാ, പക്ഷെ ഒരു കുറ്റവും കണ്ടില്ല. കള്ളസാക്ഷികൾ അനേകര് വന്നെന്നാ, ഒത്തു വന്നില്ല. ഇവിടെ ഈ കാശ് കൊടുത്ത ആരാ കള്ളസാക്ഷി പറയാതെ? ഇല്ലേ? പറയല്ലേ? ഉള്ള തെളിവുണ്ടെന്ന് നീ തെളിവെന്ന് ഇറക്കുക, അതൊന്നും ഇപ്പൊ ഇറക്കുകയല്ല. നിങ്ങൾക്ക് അതും പിടികിട്ടിയില്ല. കള്ളസാക്ഷി ഇഷ്ടം കാശ് കൊടുത്താരാ കള്ളസാക്ഷി വരാത്തെ? യവന്മാര് നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചാ കള്ളസാക്ഷി. അത് രാത്രി വിസ്താരമായിരുന്നു, ഇഷ്ടംപോലെ കള്ളസാക്ഷി. രാവിലെ സെന്നിധിരി സംഘങ്ങളുണ്ട് 72 പേര്. അപ്പൊ അവര് വിസ്തരിക്കാൻ നേരത്ത് പ്രമാണം വെച്ചാ വിസ്തരിക്കുന്നത്. അത് സംഖ്യാപുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും പുറപ്പാടിലും ഒരുത്തന്നെ നേരെ 2 3 സാക്ഷികൾ വാമൊഴിയാൽ ഉറപ്പിക്കണം. അത് കൃത്യം തെളിവായിരിക്കണം. അതിനാ പിറ്റേന്ന് രാവിലെ 2 സാക്ഷികളെ കൊണ്ടുവന്ന് എഴുതിയിട്ടുണ്ട്. രാത്രി രാവിലെ എന്നിട്ട് ഒത്തു വന്നില്ലെന്ന്. ഒരു കുറ്റവുമില്ലാത്തവനാ ക്രിസ്തു. ക്രൂശിക്കണമെന്ന ദുഷ്പ്രവർത്തിക്കാൻ ഒരുത്തൻ പറഞ്ഞു നമ്മൾ തെറ്റ് ചെയ്തിട്ട് ക്രൂശ കയറി. ഈ നീതിമാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവിടുത്തെ തിരുമരണ സമയത്ത് ഭൂമി കുലുങ്ങി, പാറ പിളർന്നു, കല്ലറകളൊക്കെ തുറന്നു, ദിവാലികത്തിന്റെ തിരശീല മുകളിൽ നിന്ന് 2 ചീന്തി, ആകാശം ആമെ കരിമ്പടം പോലെ കറുത്തു, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ആകാശം മാറി, കൂരിരുട്ട്. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തല്ല വല്ലാത്തൊരു അന്തരീക്ഷം. അപ്പോൾ ശതാധിപന്മാരിൽ ഒരുത്തൻ പറഞ്ഞു വാസ്തവമായിട്ട് ഇവ നീതിമാനായിരുന്നു. പീലാത്തോസ് വിസ്താരവേളയിൽ കുറ്റമൊന്നും കാണാഞ്ഞത് കൊണ്ട് പറഞ്ഞു, വെള്ളമെടുത്ത് കൈ കഴുകി പറഞ്ഞു, നീതിമാന്റെ രക്തത്തിൽ എനിക്ക്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സ്വപ്ന ദർശനം ഉണ്ടായെന്ന്. അതേ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ആ നീതിമാന് ദോഷമായിട്ടൊന്ന് ഒപ്പിച്ചു വെച്ചേക്കത്. സ്തോത്രം. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപമേശാത്തവൻ, യാതൊരു അകൃത്യമില്ലാത്തവൻ, കളങ്കമില്ലാത്തവൻ ആ ക്രിസ്തു. അടി തൊട്ട് മുടി വരെ ഒരു ഊനമില്ലെന്നുള്ളതാ. അതുപോലെ ശ്രേഷ്ഠനാകുന്ന യോഗ്യനാകുന്ന മറ്റൊരുത്തനില്ല. പാടാൻ വയ്യ, ഇപ്പൊ എടുത്ത് പാടുന്നത് കൊണ്ട് ഞാൻ പാടാം. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും അലയാതെ മോദമായി മരുവും മരുവിൽ ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. 10,000ങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ക്രിസ്തുവാ. അപ്പൊ ശ്രദ്ധിക്കുക, ഊനമില്ലാത്ത, പാപമില്ലാത്ത, കളങ്കമില്ലാത്ത ഒരുവൻ മാത്രം നസ്രയനാകുന്ന യേശു ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ മഹത്വകരമായ
വ്യത്യസ്തമായ വിശേഷതകളാണ് 4 പേരും ഓടിച്ചു പറയാം 4 പേരും അറിയിച്ചിരിക്കുന്നത്. അതിങ്ങനെ ചിന്തിക്കുന്ന നല്ലതാ. യേശുക്രിസ്തു രാജാതിരാജാവാ. യേശുക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച വ്യക്തിയാ. 3 യേശുക്രിസ്തു ദാസരൂപമെടുത്ത മഹത് വ്യക്തിയാ. ആമേൻ. ഒടുവിൽ യേശുക്രിസ്തു ഏക സത്യ നിത്യ ദൈവമാണ്. അപ്പൊ ഒറ്റവാക്കി പറഞ്ഞ യേശുക്രിസ്തു രാജാതിരാജാവാണ്, പൂർണ്ണ മനുഷ്യനായിരുന്നു, ദാസരൂപമെടുത്ത വ്യക്തിയാ, അവിടുന്ന് ദൈവമാണ്. യേശുക്രിസ്തുവിന്റെ രാജ്യത്വം, മനുഷ്യത്വം, ദാസ്യത്വം, ദൈവത്വം, ഇതാണ് ഈ 4 പേരും തെളിയിച്ചിരിക്കുന്നത്. മത്തായി ക്രിസ്തുവേശു രാജാതിരാജാവാണെന്ന് തെളിയിച്ചു. അതല്ലേ വന്ന് വിദ്വാന്മാര് ചോദിച്ച കാര്യം, രാജാവായി പിറന്നവൻ ഇവിടെ എത്ര നാൾ പിറന്ന് പിന്നെ പരുവക്കേട് പിടിച്ചാ പലതും രാജാവാകുന്നത്, അത് തന്നെ ശരിയാകുന്നു ഇല്ല. സ്തോത്രം. നാളെ രാജാവ് ബനിയനിട്ട് നിൽക്കുന്ന കണ്ട് അതിന് രാജാവാ. അവിടുന്ന് പിറന്നതേ രാജാവായിട്ടാ. സ്തോത്രം, സ്തോത്രം. അട്ടിട്ടൂട്ടമാക്കി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ, പട്ടിനുള്ള മൂല വസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ക്ലിഷ്ടമാം കിടപ്പും കണ്ടു ഞാൻ നമിക്കും ദേവിയോൻ മണവാളനെ, ശ്രീ നരപതിയേ മണവാളനെ. അപ്പോൾ സൈമൺ സാർ കൊടുത്തിരിക്കുന്ന പ്രയോഗം, പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവം. പട്ടിനുള്ള മൂലവസ്തു അതെന്നാ? പട്ടിനുള്ള മൂലവസ്തു പട്ടിനുള്ള മൂലവസ്തു ഉറക്കെ പറമോളെ, ശരിയാ. പട്ട് നൂൽപ്പുഴു അതിൽ നിന്നല്ലയോ പട്ട് എൻ്റെ നൂലെടുക്കുന്നേ. അതൊന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, എവിടെ നിന്നും എടുത്തോണം, ഞങ്ങൾക്ക് സാധനം കിട്ടണമെന്നേ. അപ്പോൾ സാറിന്റെ പ്രയോഗം, പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, അവിടുന്ന് രാജാതിരാജാവാ. പ്രൈസ് ദി ലോർഡ്. മത്തായി യേശുക്രിസ്തു രാജാതിരാജാവാണെന്ന് തെളിയിച്ചു. ലൂക്കോസ് സമ്പൂർണ്ണ മനുഷ്യനായിട്ട് അങ്ങോട്ട് അവതരിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിക്കാം, അതിന് തെളിയിച്ചു കാണിച്ചു. മനുഷ്യനായിട്ട് ഇവിടെ ജീവിക്കാം യേശു തെളിയിച്ചു. ചില പറഞ്ഞു, അയ്യോ നമ്മളെ കൊണ്ട് അതൊന്നും ഒക്കെ പറ്റും. യേശു തെളിയിച്ചല്ലോ. അവിടുന്ന് ദാസരൂപമെടുത്തു. അവിടുത്തെ ശ്രേഷ്ഠതയാണ്. എന്നാൽ യോഹന്നാൻ എഴുത്തിന്റെ വിശേഷത, അവിടുന്ന് ദൈവമാണെന്ന് തെളിയിച്ചു. ഏകദൈവം, നിത്യദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം, കർത്താവാകുന്ന ക്രിസ്തു. നമ്മൾ ഇന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ് വായിച്ചത്. അധികം വിസ്തരിച്ചു പോകുന്നില്ല. ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്. അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും കേൾക്കുന്നവർക്ക് അവരുടെ അറിവിനാ. അവരെയും കൂടി ഉന്നം വെച്ചാന്നല്ലോ ഈ സുവിശേഷ യോഗം. നമ്മൾ എന്തിക്കോസ് എല്ലാം കൂടി ഇങ്ങനെ പോകാനാണ്. നമുക്ക് നാളെ പകല് ഹോളിനകത്ത് ഞാൻ വേറെ ദൂത് കൊണ്ടുവന്നിട്ടുണ്ട് തരാം. എന്നിപ്പോ ഇത് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, യോഹന്നാന്റെ എഴുത്തിന്റെ ഉദ്ദേശം യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് അറിവുള്ള കാര്യമാ, അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊന്തി പൊങ്ങി വന്ന ഒരു പുത്തൻ ദൈവമല്ല ക്രിസ്തു, അവിടെ നിത്യനാ. യേശുക്രിസ്തുവിന്റെ പടക്കം 50 വർഷമോ 100 വർഷമോ 1000 വർഷമോ 10000 വർഷമല്ല. അവൻ സങ്കീർത്തനക്കാരെ പാടിയിരിക്കുക, അവിടുന്ന് അനാദിയായും ശാശ്വതമായും ദൈവമാണ്. അതിലെ 90-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ പഴക്കത്തെ പറ്റി കൊടുത്തിരിക്കുന്ന വാക്യം നമുക്കെല്ലാം മനഃപ്പാഠമാ. പക്ഷെ ആരും അതങ്ങനെ എപ്പോഴും വായിക്കാറില്ല. നമ്മൾ അടുത്ത അധ്യായമാണ് സാധാരണ കുടുംബ പ്രാർത്ഥന വായിക്കുന്നത്. 90 പെട്ടെന്ന് തട്ടി മാറ്റി വെച്ച് 91 നമ്മൾ വായിക്കും. കുടുംബ പ്രാർത്ഥനയിൽ 90-ാം സങ്കീർത്തനം വായിക്കുന്നത് വളരെ വിരളമാണ്. 90 ചെറുക്കനോ പെങ്കൊച്ചോ വായിക്കണം, നിനക്കത് മാത്രം കിട്ടുകയുള്ളു. അച്ചായം വയ്യാതെ കിടക്കുന്നു, നീ നമ്മൾ തള്ളയുടെ വിചാരം സങ്കീർത്തനം വായിച്ചോണ്ട് അച്ചാനെയും കൊണ്ട് സങ്കീർത്തനം അങ്ങ് പോതക്കേടാ. മോൻ വായിച്ചോ പോനെ, അഥവാ പോകാന്ന് പൊക്കോട്ടെ. പിന്നെ 90 നന്നായിട്ട് വായിച്ചു. കർത്താവേ നീ തലമുറ തലമുറയായി, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ യിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായി നീ ഭൂമിയായി ഭൂമണ്ഡലത്തെ
നിർമ്മിച്ചതിന് മുൻപ് നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും അരുളി ചെയ്യുന്നു. ഇസ്രായേലിന്റെ പ്രഥമ മഹാപുരോഹിതനാകുന്ന അഹ്റോന്റെ നിര്യാണത്തോടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ മക്കൾ ഭാരപ്പെട്ട് വിലപിച്ച് ആകുലചിത്തരായിട്ടിരുന്നപ്പോൾ വിലപിച്ചിരുന്ന ഇസ്രായേൽ മക്കളുടെ പ്രത്യാശയുടെ കൊടുമുടിയിലേക്ക് പിടിച്ച് ഉയർത്തുന്ന ശ്രേഷ്ഠമേറിയാണ് അഹരോന്റെ അനുജനാകുന്ന പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശയുടെ പ്രാർത്ഥന. അതാ 90-ാം സങ്കീർത്തനം. നല്ല രീതിയിൽ അങ്ങോട്ട് വായിച്ചാൽ ആകം കത്തി സന്തോഷിച്ച് തുള്ളിച്ചാടും. ഇത് വെപ്രാളമാ. ഭാഷക്ക് വേറെ ഒന്നും ഒരു വാക്യോ. സ്തോത്രം. നല്ല പ്രത്യാശയുടെ സങ്കീർത്തനമാണ്. നീ മർത്യനെ പൊടിയിലേക്ക് ഏകവചനത്തിൽ അങ്ങോട്ട് ചേർക്കുന്ന പറഞ്ഞാൽ മരിച്ചു കഴിയുന്നവരെ ഓരോരുത്തരും അങ്ങോട്ട് നമ്മൾ മണ്ണിന് മണ്ണായിട്ട് കൊടുക്കുന്നത്. അടുത്തത് ബഹുവചനമാണ്, മനുഷ്യപുത്രന്മാരെ എന്ന് പറഞ്ഞാൽ പല സമയങ്ങളിൽ, പല ദിവസങ്ങളിൽ, പല കാലങ്ങളിൽ അനേക വിശുദ്ധന്മാർ കർത്താവിൽ നിദ്ര പ്രാപിക്കും. അവരെ മണ്ണിന് ഏൽപ്പിച്ചു കൊടുക്കും. എന്നാൽ കാഹളം അങ്ങോട്ട് ധ്വനിക്കുമ്പോൾ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ വരും. അതാണ് നമ്മുടെ പ്രത്യാശ. അപ്പോൾ അങ്ങനെ പ്രത്യാശാപൂരിതമായ ഈ സങ്കീർത്തനത്തിന്റെ പ്രാരംഭവാക്യത്തിലെ മോശയുടെ പ്രാർത്ഥന, കർത്താവേ നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാണ്. അടുത്ത പദമാ, പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയായി ശാശ്വതമായും എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ പർവ്വതം ഉണ്ടായി കഴിഞ്ഞുണ്ടായ ദൈവമല്ല. മനസ്സിലായോ? കുന്നും മലയും ഉണ്ടായതിന് ശേഷം ഉണ്ടായ ദൈവമല്ല യേശു. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മല ഉണ്ടായതിന് ശേഷം ഉണ്ടായ ദൈവമല്ല, കുന്നും മലയുമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള ദൈവം. അവിടുന്ന് നിത്യനായ ദൈവം, ഏക ദൈവം, സത്യദൈവം, ജീവനുള്ള ദൈവം യേശു ക്രിസ്തു. സ്തോത്രം. ഞാന് ഈ വേദവികാരത്തിൽ നിന്നൊക്കെ ചില ഭാഗം ചൊല്ലും. അത് സാറിൻ്റെ പ്രയോഗങ്ങൾ നല്ല പ്രയോഗമാണ്. അത് ഭാഷാജ്ഞാനമുള്ളവർക്ക് കുറച്ചുകൂടെ ആസ്വാദ്യമാണ്, സുഖപ്രദമാണ്. എനിക്ക് വലിയ ജ്ഞാനമൊന്നുമില്ല, പിന്നെ അറിയാവുന്നതൊക്കെ അങ്ങ് പറയുന്നതേ ഉള്ളൂ. അപ്പൊ സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം ആ ദൈവത്തിൻ്റെ പടക്കത്തെ പറ്റി ഇങ്ങനെ: യാതൊരു കാലത്തെയാണതിയായി നിർദ്ദേശിപ്പതിന് ആയതിന്നറുതിയില്ലാതുള്ള യുഗം മുൻപും ഏതിലേലും വിട്. വിതരൂപനായി വിമലാപനായി നിന്ന മഹാനീതി നീരധിക ഞാനാദരാൽ വന്നിക്കുന്നേ. അങ്ങനെ വേണം. സകല ലോകങ്ങൾക്കും അധികാരണമിവൻ, സകല ലോകങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ലോകങ്ങൾക്കും അധികാരണമിവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ, ആഗമകാരന്മാരിലാതവൻ മോസസും സർവാഗമ പൊരുളാകും ഈ പരാശക്തിക്ക്. ഇനി തിയോളജിയന്മാർക്ക് ഞാൻ പറയുന്ന കാര്യം പെട്ടെന്ന് ഗ്രഹിക്കാം. ആഗമകാരന്മാരിലാതവൻ മോസസും സർവാഗമ പൊരുളാകും ഈ പരാശക്തിക്ക്. ഏലൊന്നോരപ്രിയമാം എബ്രായ പദമാണ്.
ഏലെന്നോര പ്രിയമാം നാമമോദിയത് മൂലവസ്തുവാം നാഥൻ ഉപദേശിച്ചിനല്ലോ. ഇലോകി ശദ്ധായിയു എലോകി അഡോണായി വിലോപമെന്നേ യാഗ്വേ യഹോവ യാഗെന്നല്ല മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമമീജനാൽ പ്രകർഷിതമെന്നേ വേണ്ടു. സമയമില്ലാത്ത ഓടിച്ചങ്ങ് പോകാം. ഗൂഢവിഗ്രഹനായിട്ടെങ്കിലും മർത്തിക്കലും കൂടസ്ഥൻ നിജാശകനാത്മാവെന്നിവ രണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിടും പുഷ്പകാലത്ത് കളകണ്ഡങ്ങളെ കൂചിതം പോലെ അല്ല അധീശനെ മാനുഷരറിയെന്നാൽ ഇവൻ അഗാധസ്ഥിതനല്ലോ. പ്രപഞ്ചത്തിന്റെ മൂലഗന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ല. ഇപ്പോഴും തപ്പി നടക്കുക. അടുത്ത കാലത്തിലാണ് പറഞ്ഞു ഒരു നക്ഷത്രം കൂടെ കണ്ടെന്ന്. ഇനിയും കാണാത്ത എത്ര എണ്ണം അബ്ബാരി വെതർ കിട്ടേ ചെല്ലിയോ അവിടുന്ന് ഇരിക്കുന്നേ. നീ ഇപ്പോഴും തപ്പി നടക്കുക. പ്രപഞ്ചത്തിന്റെ മൂലഗന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ലായ്ക മൂലം ശീയമാം മഹത്വബോധനം നടത്തുവാൻ ഈ ഉലകെങ്കിൽ ദൈവമായ പൂനിജാത്മാനം കാരണം മിന. താഴത്തൊരു പ്രയോഗമുണ്ട്. മോശയിന്നാവന് നീ പ്രവർത്തിച്ചവമാക്കി വിക്കനായിരുന്നു. വിക്കൻ. മോശയുടെ വിക്കനെ പറ്റി പറഞ്ഞത് ജനിച്ചപ്പോഴൊന്നും വിക്കില്ലായിരുന്നെന്ന, വളർന്നപ്പോഴും വലിയ വിക്ക് ഇല്ലായിരുന്നു. കാരണം അപ്പോസ്തലപ്രവൃത്തി 2:20 അപ്പോസ്തലപ്രവൃത്തി നമ്മൾ വായിക്കുന്നത് 13-ാം അധ്യായത്തിലാണ് തോന്നുന്നത് വായിക്കുന്നത്. മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും അങ്ങനല്ലേ മോനെ? 13:22 തോന്നുന്ന ഒന്ന് ഇടത്തോട്ട് മറിച്ചേച്ച് മേളില് വായിച്ചോ. അവനെ നീക്കിയിട്ട് അല്ലല്ല, ഇസ്രായേലിന്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു. ഈ ഭാഗം വായിച്ചു. മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു. 7-ാം അധ്യായത്തിന്റെ 20 വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി സ്തെഫാനോസിന്റെ പ്രഥമ പ്രസംഗത്തിലാണെന്ന് തോന്നുന്നു. ഒന്ന് വായിച്ചേ. എൻ്റെ മേള് വശത്തായിട്ടാ വരുന്നത്. അക്കാലത്ത് മോശ വായിച്ചോ. 22 വായിച്ചേ. മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു. അടുത്തത് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു. അപ്പൊ അന്നേരം വിക്കില്ലായിരുന്നെന്ന. വാക്കിലും പ്രവൃത്തിയിലും. അപ്പൊ ജനിച്ചപ്പം വിക്കില്ല, വളർന്നപ്പോഴും വിക്കില്ല, വിദ്യാഭ്യാസത്തിന്റെ സമയത്തും വിക്കില്ല. കാരണം വാക്കിലും പ്രവൃത്തിയിലും. അപ്പൊ ചോദിച്ചു പിന്നെ എപ്പോഴാ വിക്കുണ്ടായ? അപ്പം ഒരാൾ വളരെ രസകരമായിട്ട് പറഞ്ഞു, കല്യാണം കഴിച്ച പിന്നാന്ന്. ആടിന് തീറ്റാൻ പോയി കല്യാണം കഴിച്ചു. ഏതാണ്ട് ശരിയാകാനും സാധ്യത. അതിന്റെ കാരണം കൂടെ പറയാം. ദത്തല്ലേ, ദത്ത് നിന്നാൽ അതിൻ്റെതായ കുത്തുണ്ട്. മനസ്സിലായില്ല? ദത്ത് നിന്നാൽ എപ്പോഴേലുമൊക്കെ അമ്മായിയപ്പൻ്റെ വീട്ടിലല്ലേ. അപ്പം ചിലർ പറയുന്നത് ഈ ദത്ത. അപ്പം അവിടെ പല കാര്യങ്ങളുണ്ടാകും. ഈ മോശ കയറിയേക്കുന്ന ആളാണ്. കാരണം 2 പേര് അടി ഉണ്ടാക്കിയ പുള്ളി കയറിയേറ്റു, പിറ്റേന്ന് 2 പേർ അന്നേരവും കയറിയേറ്റു. അപ്പോൾ പുള്ളി അങ്ങനെ ഒരാളായതുകൊണ്ട് വീട്ടിലെ വിഷയങ്ങളുമ്പം മോശ അഭിപ്രായം പറയാം. അപ്പച്ചാത പറഞ്ഞാൽ ഇവിടുത്തെ കാര്യം പിന്നെയും പുള്ളി എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ അച്ഛ അങ്ങനെ പറഞ്ഞ് അങ്ങ് വിൽക്കായെന്ന ഏതാണ്ട് ആകാൻ സാധ്യത. പോട്ടെ. അപ്പൊ അങ്ങനെയുള്ള മോശയുടെ നാവിനെ അവിടുന്ന് പ്രവർത്തിക്ഷമമാക്കി. മോശകിന്നാവിനെ നീ പ്രവർത്തിക്ഷമമാക്കി സുആശയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു. കഴുത ആശയപ്പശക്കില്ലാതല്ലേ പറഞ്ഞത്? കൃത്യം പറഞ്ഞത്, എടേ നീ എന്നെ ഈ 3 വട്ടം അടിപ്പാൻ ഞാൻ നിന്നോട് ദ്രോഹം ചെയ്തു. കാലമല്ല എൻ്റെ പുറത്ത് കയറിയല്ലോ നീ ശുശ്രൂഷയ്ക്കായിട്ട്
ചുമ്മാ എന്നെ തല്ലാതനാ. എത്ര കൃത്യമായിട്ടാ കഴുത പറഞ്ഞേ. അപ്പോൾ യഹോവ കഴുതയുടെ വായ മോശകിന്നാവിനെ നീ പ്രവർത്തിച്ചമമാക്കി സുവാചയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു. ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. ദാശർ മലയാള ഭാഷ ദാശർ, സായല്ല ദാശർ എന്ന് പറഞ്ഞാൽ ദീവരര് എന്ന് പറഞ്ഞാൽ മുക്കുവര്, അതാ അതിന്റെ അർത്ഥം. ദാശർ, ദാസർ അല്ല, ദാശർ, ദീവരര്, മുക്കുവരര്. അവരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. മീൻ പിടിച്ചാണെന്ന് വീട്ടിൽ ഒരു പ്രസംഗിച്ചപ്പം 3000 എണ്ണം ഉള്ള ഡിഗ്രി മുഴുവൻ എടുത്ത് BTH, BD, MD, MTH. ഇപ്പൊ റിസർച്ച് ഒരു പൂഞ്ഞാൻ പോലും നിന്റെ സഭയിൽ വരുന്നില്ല. നിന്റെ കൊച്ചുങ്ങളും പോകുന്നത് വേറൊരു സഭയില. മനസ്സിലാകാഴിയാന്നോ? പിന്നെ ഗതികേട് പിടിച്ച് ജാതം വിടാത്തൊരു തള്ളയും തോത്രം പറയാത്തൊരു അപ്പനും ഉണ്ട്. അതിന് ദൂരോട്ട് പോകാൻ ആവതില്ല. എന്നാ തള്ള പറഞ്ഞു നമുക്ക് ഇവിടെ തന്നെ പോയാൽ മതി. പക്ഷേ പീറ്റർ ഒറ്റ പ്രസംഗിച്ചപ്പം 3000 എണ്ണം അകത്ത് കയറി. ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. മോശമായ ഒന്നുമില്ല നിന്നോട് കരം ചേർന്നാൽ. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ അങ്ങനെ പറഞ്ഞ അങ്ങനെ അങ്ങ് പോകും. ഞാനും നിങ്ങളും ആരാധിക്കുന്ന ക്രിസ്തു അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊങ്ങി വന്ന ഒരു പുത്തൻ ദൈവമല്ല. അവിടുന്ന് നിത്യനായ ദൈവമാണ്. അനാദിയായി ശാശ്വതമായി നമ്മുടെ ദൈവമാണ്. ഈ കാണുന്ന സകല ചരാചരങ്ങൾ ഉളവാക്കിയ ദൈവമാണ്. ഈ കാണുന്ന അണ്ടകടാകം, ബ്രഹ്മാണ്ട കോടിനാട്ടം, ഈ നക്ഷത്ര മണ്ഡലങ്ങൾ, ഗാലക്സികളല്ലയോ വാരി വെതറിയിട്ടിരിക്കുക. ഒന്നൊന്നി കൂട്ടുമുട്ടാതെ ഒരസാതെ കൃത്യത്തിൽ നിന്നാണ് കറങ്ങുന്നത്. ഭൂമിയും കൃത്യമായിട്ട് നിന്ന് ചുറ്റുന്നു, സൂര്യൻ കറങ്ങുന്നു എന്ന് വേണ്ട മുഴുവനും അതിന്റെ കൃത്യതയ്ക്കാണ് കറങ്ങുന്നത്. ഒരെണ്ണത്തിനൊരു അപാകത വന്നിട്ടില്ല. ഇതെല്ലാം ചമച്ചവൻ, പടച്ചവൻ, നിയന്ത്രിക്കുന്നവൻ. ഈ കാണുന്ന ഭൂചര കേചര വസ്തുക്കളെ മുഴുവൻ ചമച്ചവൻ, പടച്ചവൻ, ഞാനും നിങ്ങളും ആരാധിക്കുന്നു യേശു ക്രിസ്തു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ആ കാര്യം വളരെ സ്പഷ്ടമായിട്ട് എഴുതിയിട്ടുണ്ട്. വേറെ വാക്യങ്ങൾ ഇഷ്ടം പോലുണ്ട്, തെളിവിനൊന്നും മതിയല്ലോ. ഇപ്പൊ അമ്മമാർക്കറിയാം, അരി വെന്തോന്ന് ഇട്ട അരി എല്ലാം പിടിച്ച് ഞെക്കണ്ടല്ലോ, ഒരെണ്ണം ഞെക്കിയാ പോരെ. അപ്പൊ ഞെക്കാൻ ഇപ്പൊ ഒരു വാക്യമായിരുന്നു 4:11 വെളിപ്പാട്. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും, എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ബഹുമാനവും എന്ന് പറഞ്ഞ കർത്താവേ, നീ ആ സർവത്തെ സൃഷ്ടിച്ചവൻ. അതുകൊണ്ട് ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു ആ സകലത്തിന്റെ ഉടമസ്ഥൻ. അവിടുന്ന് ആ സകലത്തെ നിയന്ത്രിക്കുന്നവൻ, സകലത്തെ സൃഷ്ടിച്ചവൻ. ഞാൻ പറഞ്ഞപ്പോ അന്നേരം അടങ്ങി, കടൽ ശാന്തമാകാൻ അന്നേരം ശാന്തമായി. മരിച്ചവനോട് പറഞ്ഞ പുറത്ത് വരാൻ പറഞ്ഞ അവൻ അന്നേരം പുറത്ത് വന്നു. ഒരു തള്ളക്കാന്ന് ഒരു ഒറ്റ കൊച്ചനേ ഉള്ളു. അവൻ ചത്തു, ഡെഡ് ബോഡിയും കൊണ്ട് വരിക. യേശു സൂക്ഷ ആ വഴി എന്ന് മഞ്ചത്തെ തൊട്ടപ്പം കൊച്ചൻ ചാടി എഴുന്നേറ്റു. ഇന്നത്തെ ശുശ്രൂഷകരാന്നെ അവനെയും കൊണ്ട് പോകും. ഉള്ള ക്രൂസൈഡിനെല്ലാം അവനെ നിർത്തി, ബ്രദറിന് എന്തോ സംഭവിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ മഞ്ചത്തെ കൊണ്ടുവന്ന ബ്രദറിന് ഇപ്പം എന്തോ തോന്നുന്നു. എന്നാ തോന്നണ, വെട്ടോ ആളും എല്ലാം കാണുന്നുണ്ട്. അല്ലാതെ അവനെയുള്ള ക്രൂസൈഡ് മുഴുവൻ കൊണ്ട് നടക്കി യേശു ഒറ്റ യോഗത്തിന് അവൻ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തെന്ന. അല്ലാതെ കൊച്ചനെയും കൊണ്ട് യേശു അടുത്ത കബർണഭൂമിയിലെ യോഗത്തിന് പോയി. നീ ആദ്യം സാക്ഷി പറഞ്ഞു. അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? നിങ്ങൾ ചിരിക്കുന്നത് അങ്ങനെ തന്നെ. സ്തോത്രം. അതാ യേശു. കൊന്നേച്ചു പോയതല്ല, ചത്തവനെ ഉയർപ്പിച്ചാ പോയത്. ആ യേശു ഇന്ന് രാത്രിയും ജീവിക്കുന്നുണ്ട്, നിനക്കും അനുഗ്രഹമാണ്. അപ്പൊ നിത്യനായ ദൈവം, ആ ദൈവത്തിന്റെ മഹത്വമാണ് യോഹന്നാൻ ഓരോ അധ്യായത്തിൽ ഓടിച്ചു പറയാം. 14-ാം അധ്യായത്തിൽ നാന്നല്ലോ വായിച്ചത്. ഇന്നത്തെ യോഗം എപ്പോഴാണ്? നമുക്ക് 9:30 എന്നോട് പറഞ്ഞേ. എപ്പോൾ വേണേലും നിർത്താം. ഇപ്പം നിർത്തണം, ഇപ്പം നിർത്താം. 5 മിനിറ്റ് കഴിഞ്ഞാൽ 5 മിനിറ്റ് നിങ്ങൾ പറയുന്ന സമയത്ത് നിർത്തും. ഞാൻ പക്ഷേ നമുക്ക് എപ്പം നിർത്തണം പറഞ്ഞോ? ഇപ്പം നിർത്തണം, ഇപ്പം നിർത്തും. ഇപ്പൊ സമയം എന്തുവായി? 8:45 ഇങ്ങോട്ട് ഇരിപ്പ് കണ്ടിട്ട് 10:30 എന്നുള്ള രീതിയിലാണെന്നല്ലേ ഇരിക്കുന്നത്. 9 വെച്ചു. ഇനി അത് പറഞ്ഞൊരു തർക്കം സ്റ്റേജിൽ ഉണ്ടാകണ്ട. 9 ആകട്ടെ. നമുക്കൊരു 9:15 കഴിയുമ്പോൾ അങ്ങ് നിർത്താം. ഇന്ന് എന്നാ നിങ്ങളുടെ അഭിപ്രായം പറ. ആർക്കെങ്കിലും വണ്ടി കിട്ടാതുകൊണ്ട് ഞാൻ വന്ന വണ്ടി കൊണ്ട് നിങ്ങളെ കൊണ്ട് വിടുകയും ചെയ്യാം. സ്തോത്രം. വന്ന വണ്ടി എന്നാ നീ
വേണ്ടി ഞാൻ വന്നൊക്കെ അങ്ങനെ പറയരുത്, വളച്ചിലൊന്നും എടുക്കരുത്. പിന്നെ പഴുതടച്ച പറയണത് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുന്ന് നിത്യനായ ദൈവമാണ്, ഏക ദൈവമാണ്, സത്യദൈവമാണ്. യേശുക്രിസ്തുവിന്റെ ദൈവത്വം അങ്ങോട്ട് തെളിയിച്ചു. ഓടിച്ചു പറയാ, 1-ാം അധ്യായം അവൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാണ്. യോഹന്നാൻ 2 കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ ക്രിസ്തു വീഞ്ഞാക്കി. 3-ാം അധ്യായത്തിൽ നിത്യജീവൻ കൊടുക്കുന്ന ദൈവം. 4-ാം അധ്യായത്തിൽ ആത്മാവാകുന്ന ദൈവം. 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും വ്യാധികളും പൊറുപ്പിക്കുന്ന ദൈവം. 6-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവന്റെ അപ്പമായ ദൈവം. 7-ാം അധ്യായത്തിൽ ആത്മസ്നാനം കൊടുക്കുന്ന ദൈവം. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജല നദി ഒഴുകും. 8-ാം അധ്യായത്തിൽ ഇരുളും മൂടിയ ലോകത്തിൽ മനുഷ്യൻ വെട്ടം തേടി വെളിച്ചം തേടി അങ്ങോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും തെക്കോട്ടും വടക്കോട്ടും എന്ന് വേണ്ട മേപ്പോട്ടും കീപ്പോട്ടും എല്ലാം വെട്ടം തേടി നടക്കുക. യേശുക്രിസ്തു ഉച്ചൈസ്തരം വിളിച്ചു പറഞ്ഞു, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം. എന്റെ അടുക്ക വാ, നിന്റെ ഇരുള് മാറും, നിന്റെ കുടുംബത്തിന്റെ ഇരുള് മാറും, ദേശത്തിന്റെ ഇരുള് മാറും. അവൻ രാഷ്ട്രത്തിന്റെ ഇരുള് മാറിയില്ലയോ? അവൻ കേരളത്തിന്റെ ഇരുള് മാറിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. നവോത്ഥാന നായകന്മാരൊക്കെ എഴുന്നേറ്റു, അവൻ ധാരാളം ആൾക്കാർ എഴുന്നേറ്റു. നമുക്ക് ചരിത്രമൊക്കെ അടുത്ത സമയത്ത് വൈക്കം സത്യാഗ്രഹം അതൊക്കെ വളരെ നന്നായിട്ട് നടക്കുക ഇല്ലേ? കേട്ടില്ലേ ഇതൊന്നും? ക്ഷേത്രപ്രവേശന വിളംബരമേ, ഇവിടെ റോഡിൽ കൊണ്ട് നടക്കാൻ മേലുന്നത് പാവത്തുങ്ങൾക്ക് അവന്മാര് പടപടാന്ന് അടിയാ. ഇപ്പൊ അങ്ങാനും കൊച്ചുങ്ങൾ റോഡിൽ കൂടെ നടക്കുമ്പോൾ നടക്കാൻ മേലെന്ന് ഞാൻ കൊച്ചുങ്ങൾ നിന്നെ ഏറ്റും. പട്ടി റോഡിൽ കൂടെ നടക്കാൻ, മനുഷ്യന് നടക്കാൻ മേല. നായിക്ക് റോഡിൽ കൂടെ നാക്ക് നീട്ടി വാലും താത്ത് പട്ടിക്ക് നടക്കാം. മനുഷ്യനെങ്ങാനും അതിൽ നടന്ന ഇത്ര അടി ദൂരം നിൽക്കണമെന്ന യവന്മാർ ഒപ്പിച്ചു വെച്ച കുരുക്ക്. ഇത്ര അടി നായര് അവര് ഇട്ടവന്മാര് വരുമ്പോഴേ വലിയ പുള്ളിക്കാര് വരുമ്പം നായർ ഇത്രയടി, ഈഴവൻ ഇത്രയടി, പൊലയൻ ഇത്രയടി, പറയൻ ഇത്രയടി ഉണ്ടല്ലോ. നിങ്ങൾ കേരളത്തിൽ തന്നെ ഉള്ളതാണോ അതോ ടെക്സാസിൽ നിന്ന് വല്ലതും വന്നതാണോ? ഇരിപ്പ് കണ്ടിട്ട് പക്ഷേ ഞാൻ കാലിഫോർണിയന്ന് മിനിഞ്ഞാന്ന് വന്ന, എനിക്ക് ഇവിടുത്തെ ഒന്നും നിന്നെ കണ്ടാലും അറിയാം കാലിഫോർണിയന്ന് വന്നതാണ്. ഈ നാട്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നെന്ന് അയിത്തം. ഒന്നിച്ച് ഭക്ഷണം കഴിക്കത്തില്ല, കല്യാണത്തിന് കൊടുക്കുകയല്ല. ആ സന്ദർഭത്തിൽ ആശാൻ ഏതാ എൻ കുമാരൻ ആശാൻ ഇതെല്ലാം കണ്ടോണ്ട് ഒരു പുസ്തകം എഴുതി, ദുരവസ്ഥ. വല്ലാത്ത അവസ്ഥയാ. അതിനകത്തൊരു പ്രയോഗമുണ്ടല്ലോ, തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ, തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലകോ ജാതി കോമരങ്ങൾ. അപ്പൊ തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ട ദോഷമാ. കണ്ണിന് കാണാൻ മേല, കെട്ടില്ല, തമ്മിൽ ഉണ്ണുകയല്ല. കാളയെ മനുഷ്യനെ കൂടെ ഒന്നിച്ച് പൂട്ടിയ ഉഴുന്നത്. കലപ്പയുടെ ഒരു വശത്ത് കാള, ഒരു വശത്ത് മനുഷ്യൻ. കാള പോകും പോലെ മനുഷ്യനും പൊക്കണം, ഇല്ലേ പുറന്നടുക അടിയ തമ്പുരാക്കന്മാര്. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നെന്ന്. മാടോട് ചേർത്ത് മനുഷ്യനെയും കൂടെ വെച്ച് ഉഴുക. അതിനൊക്കെ മാറ്റം വരുത്തിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. അതിനൊന്നും ഇങ്ങനൊന്നും അല്ല അല്ലേലിയാ പറയണ്ട. പിന്നെ ഈ തന്തിക്ക് ഇത്രയിലും ഒപ്പിച്ചല്ല വലിയ കാര്യം. അത് മതി മതി മതി. സ്തോത്രം. സുവിശേഷം വന്നതാ അതിന്റെ മട്ട് മാറിയത്. ഈയോടി തമ്പുരാക്കന്മാരെ എല്ലാം പല്ലക്കെ ചുമന്നോണ്ട് അതുങ്ങളിങ്ങനെ അങ്ങ് കെട്ടക്കുക. എമാര് ചുമന്ന് സ്തോത്രം. പാട്ടെല്ലാം വരുന്നുണ്ട്, ഞാൻ അങ്ങ് അടങ്ങുക, അല്ലാതെ ഇപ്പൊ എന്നാ ചെയ്യാന്. പണ്ട് നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ചേ മണി മഞ്ചൻ ചുമന്നേ. പണ്ട് നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ചേ മണി മഞ്ചൻ ചുമന്നേ.
പറ്റമണ്ണിൽ പണിയെടുത്തു ചത്തുപോയൊരു തലമുറയിൽ മതി. സ്തോത്രം. ഇങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നെന്ന്. അമ്പരാന്മാരെ പല്ലൊക്കെ ചുമന്നുകൊണ്ട് നടന്ന് ഊപ്പാട് വന്ന് കഞ്ഞി കൊടുക്കുക. കഞ്ഞി കൊടുത്താൽ തന്നെ മുറ്റത്ത് കുഴി കൊത്തി ഇല കോട്ടി വെച്ച്. ഇവിടൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതിൻ്റെയൊക്കെ സന്തതിയായി വന്നിരിക്കുന്നത്. നിന്നെ ഈ മട്ടാക്കി തീർത്തത് ഈ സുവിശേഷവാ. സ്തോത്രം. എവിടെയും പറഞ്ഞോണം. അന്നേരം നമ്മൾ എവിടെയെങ്കിലും നിൽക്കുമ്പം ഓടാന്ന് പറ. നിന്റെ നാട്ടിൽ ഉമ്മ ചോറ് നിന്ന് യാകുന്നല്ലേ നല്ലത്, സൂചേട്ടത്തിന് വേണ്ടി നിന്ന് യാകുന്നല്ലേ. ഇതാ നിന്നെ ഈ മാന്യതയുള്ളതാക്കി തീർത്തത്. സ്തോത്രം. ഇവിടെ ആശുപത്രി കയറാൻ ചെല്ലാൻ ഒക്കത്തില്ലെന്ന് പണ്ട് ഡോക്ടർമാരടുത്തിരുന്ന് പരിശോധിക്കുകയല്ല. അയിത്തവല്ലേ. ഞാനൊരു 100 കൊല്ലം മുമ്പിലത്തെ കാര്യം കൂടെ ചേർത്തായി പറയുന്നേ. ആശുപത്രിയുടെ അടുത്ത് ചെല്ലാൻ ഒക്കത്തില്ല. പാവത്തങ്ങളൊക്കെ അങ്ങ് ദൂരെ സ്ഥലം കാണും. അപ്പം ഡോക്ടർമാർ അന്ന് അപ്പോത്തിക്കിരി എന്നാ പറയുന്നത്. ദൂരെ ഒന്ന് നോക്കും. എല്ലാവർക്കും കൂടെ ഒരു മരുന്നാണ് എഴുതി തരുന്നത്. ഇവിടുത്തെ കന്നാസ് പോലെ അതിനകത്തുനിന്ന് ഒഴിച്ച് എല്ലാവർക്കും ഓരോ കുപ്പി 10 കുടം കൊള്ളുന്ന തള്ളയൊക്കെ 10 കുടം കുപ്പിയായിട്ടാണ് പോകുന്നത്. കൊടുത്തു കഴിയുമ്പോൾ നിനക്ക് കുറച്ചേ കിട്ടിയുള്ളല്ലേ. അടുത്ത് ചെന്നിരുത്തി പരിശോധിക്കുകയല്ല. അതേസമയം പിടിപ്പുള്ളവനും കനമുള്ളവനൊക്കെ വന്നാൽ നല്ലതുപോലെ പരിശോധിക്കും. ഇപ്പോഴും അങ്ങനെ ഉണ്ട് പരിശോധനക്കാർ. പിന്നെ അതാരാ പറഞ്ഞ ഇപ്പോഴും ഉണ്ടെന്ന്? അമ്മാമ്മയാ പറഞ്ഞ. അതാ പാവത്തങ്ങൾക്ക് കൊടുക്കുന്ന മരുന്ന് അത് അടിച്ചു മാറ്റുമായിരുന്നു. അത് ഞങ്ങളുടെ ജിങ്ങനത്തൊരു അച്ചാനുണ്ടായിരുന്നു. അച്ചാൻ്റെ പാട്ട് എഴുതി ഇത് വെച്ചേ. നല്ല നല്ല മരുന്നുകൾ മെല്ലമേ കരത്തിലാക്കി ചില്ലയിലെ കാഴ്ചവർഗിടുന്നു. നല്ല നല്ല മരുന്നുകൾ മെല്ലമേ കരത്തിലാക്കി ചില്ലയിലെ കാഴ്ചവർഗിടുന്നു. ഒട്ടു കുപ്പായക്കാരെ കണ്ടാൽ ഒപ്പം പിടിച്ചിരുത്തി കുപ്പിയിലെ മരുന്നുകൾ. ആശുപത്രികൾ ഈ വിധമായാൽ സാധുജനങ്ങൾ എന്തു ഗതി? വെറും ആകുലം തീർപ്പാൻ എന്തു വഴി? സർക്കാർ ആശുപത്രികൾ ഈ വിധമായാൽ സാധുജനങ്ങൾ. പിന്നെ വേറൊരു പ്രയോഗം എഴുതി വെച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ല. പാവത്തങ്ങൾ എന്നാ പരിശോധനയൊന്നുമില്ല. ദൂരെ നിന്ന് കണ്ടേച്ച് വിമ്മിഷ്ടം ഉണ്ടല്ലയോ. എന്നാ വിമ്മിഷ്ടം കൊണ്ട് അതിലേ അങ്ങ് കെട്ടുപ്രായം തരുണിമാർ വന്നിടുമ്പോൾ മട്ടുമാറി എഴുന്നേക്കും പരിശോധിക്കും. അന്നാരൊക്കെ പരിശോധന. പാവം പിടിച്ച വല്യപ്പൻ യാത്രമുട്ടിലായിട്ട് വന്ന അവിടോട്ട് ചെല്ല. മറ്റേ കക്ഷികൾ വരുമ്പം ഇങ്ങനത്തെ കാലവേ. ചുരുക്കി പറഞ്ഞാൽ പള്ളിക്കൂടത്തിൽ ചെല്ലാൻ മേല, ബെഞ്ചായിരിക്കാൻ മേല, പഠിപ്പിക്കുകയല്ല. തിരുവനന്തപുരത്തേക്കോ പള്ളിക്കൂടത്തിന് തീ വെച്ചത് ഇല്ലേ? തിരുവനന്തപുരം ജില്ലയിലാണ് പഞ്ചമി എന്ന് പറയുന്നൊരു പെങ്കൊച്ചിനെ ഇപ്പോഴല്ല പള്ളിക്കൂടത്തിൽ ഇരുത്തേനാ പള്ളിക്കൂടത്തിന് തീ വെച്ചു. മധ്യ തിരുവിതാംകൂറിൽ സമാനമായ സംഭവം കുമ്പനാടിനടുത്ത് പൂവത്തൂര് ഒരു പയ്യനെ സ്കൂളിൽ കയറ്റിയിരുത്തി. അന്നത്തെ മേലാളന്മാര് പള്ളിക്കൂടത്തിന് തീ വെച്ചു. ആ പയ്യന്റെ പേര് തേവൻ എന്നാ. തേവൻ, ടി തേവൻ. അദ്ദേഹം പിന്നീട് വിദ്യാഭ്യാസമൊക്കെ നന്നായിട്ട് ലഭിച്ചു. സരസകവി മൂലൂര് പത്മനാഭ പണിക്കരുടെ ശിഷ്യത്വമൊക്കെ എടുത്ത് അദ്ദേഹം പിന്നീട് പ്രസിദ്ധനായി. കേശവശാസ്ത്രി. അതൊന്നും ഞാനിപ്പോൾ ചരിത്രം പറയുന്നില്ല. അങ്ങനത്തെ കാലമാണ് ഇത്. ഓടിപ്പിച്ച് എന്നാന്ന് ചോദിച്ചാൽ ഇതിനെല്ലാം മാറ്റം വന്നത് സുവിശേഷം വന്നത് കൊണ്ടാണ്. എവിടെയും പറയാൻ കൊള്ളാവുന്നത് സുവിശേഷമാണ്. എവിടെ ഉയർത്താൻ കൊള്ളാവുന്ന സുവിശേഷമാണ്. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാകും. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ
സഹോദരരാകും വിമല മനോഹര സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം വിമല മനോഹര സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്താൻ പറ്റുന്നത് ആ സുവിശേഷം. സുവിശേഷം നിന്റെ കുടുംബത്തിൽ വന്നതാ, നിന്റെ കുടുംബത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വന്നത്. സുവിശേഷം ദേശത്ത് ഉയർന്നതാ, ദേശത്തിന്റെ മട്ട് മാറിയത്. രാജ്യങ്ങളുടെ ഇരുട്ട് മാറിയില്ലയോ? രാഷ്ട്രങ്ങളുടെ ഇരുട്ട് മാറിയില്ലയോ? എത്ര വ്യക്തികളുടെ ഇരുള് മാറി. അത് ഇരുള് മാറ്റുന്ന മാർഗമാ സുവിശേഷം. അതുകൊണ്ടാ യേശു പറഞ്ഞ് ഞാൻ ആ ലോകത്തിന്റെ വെളിച്ചം. നീ മെഴുകുതിരിയും കത്തിച്ച് നടക്കുമെന്നും വേണ്ട. 2 മെഴുകുതിരി തരണം. അതിനാ യേശു ഇരട്ടത്തിരിക്കുക. ചുമ്മാ ഇടാ, അവിടുന്ന് വെളിച്ചമാണ്. ഇതെന്നാ? ഇത് കാന്തം. അതെന്തിനാ? യേശുവിൻ്റെ തലയുടെ മണ്ട വെക്കാൻ. അതിന് ഈയിടെയായിട്ട് ഇടി നന്നായിട്ട് യേശു ഇടിയാച്ചേക്കാതിരിക്കാൻ. ഇവിടെ മോൻ എന്ന് വായിച്ച ചൗമേലിൻ്റെ 1-ാം പുസ്തകം 2:10 കിട്ടി. നീ വാക്യം വല്ലതും വായിക്കുന്നു രാത്രി? പെട്ടെന്ന് വായിച്ചു. ചൗമേൽ എവിടെ ആന്നാന്ന് ചൗമേലിൻ്റെ 1-ാം പുസ്തകം 2:10 ചടയിന്ന് വായിക്കും. 2:10 ഉണ്ട് അവിടെ, അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ. എല്ലാം വായിച്ച് പഠിച്ചു വെച്ചേക്കുക. 2:10 യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകുന്നു. അടുത്തത് അവൻ ആകാശത്ത് നിന്ന് അവരുടെ മേൽ ഇടി വെട്ടിക്കുന്നവനാ ദൈവം. അന്നേരം നിന്റെ കാന്തം അത് കമ്മറ്റ് കൂടി കാന്തം മേടിച്ചെന്ന്. എന്തിനാ? മിശിയാതമ്പുരാന്റെ മണ്ടയെ വെക്കാൻ. എടാ പോട്ടാ, ദൈവം തമ്പുരാൻ മേളിൽ നിന്ന് ഇടിവെട്ടിക്കുന്നതാ. സ്തോത്രം. എൻ്റെ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല, ദൈവത്തിന് നിന്നെ ആവശ്യം. നിന്റെ കാശൊന്നും വേണ്ട, ഗതികേട് പിടിച്ചവനല്ല ദൈവം. നിന്റെ 5 സെന്റ് ഒന്നും ദൈവത്തിന് വേണ്ട. ഞാൻ ദൈവത്തിന് 5 സെന്റ് കൊടുത്തു എന്നെ പുള്ളി പുറമ്പോക്കി കിടക്കില്ലയോ? ചുമ്മാ. എടാ, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികൾ യഹോവയ്ക്കുള്ളതാ. 5 സെന്റ് സ്ഥലം സഭയ്ക്ക് കൊടുത്തേച്ച് പിന്നെ ഇവൻ ആ യോഗമല്ല ലീഡ് ചെയ്യുന്ന. ഇവൻ ശീലാന്തിയിലേ ഇരിക്കുള്ളൂ, താഴെ ഇരിക്കത്തില്ല. നമ്മളൊക്കെ ശീലാന്തി സഭയ്ക്ക് സ്ഥലം തന്നാച്ചാനാ. എടാ താഴെ ഇരിക്കടാ, സഭയ്ക്ക് സ്ഥലം തന്നു. നിനക്ക് സ്ഥലമുള്ളതുകൊണ്ട് നീ കൊടുത്തില്ല, സ്ഥലമുള്ളവനെ കൊണ്ട് ദൈവം കൊടുപ്പിച്ചോളൂ. ഇതെല്ലാം ദൈവം തമ്പുരാന്റെ അല്ലേ? 5 സെന്റ് കൊടുത്തിട്ട് വഴി പോലും ഇല്ല, ആധാരം ഇതുവരെ എഴുതി കൊടുത്തിട്ടുമില്ല. ഇടയ്ക്കിടയ്ക്ക് അവൻ പറയാം ഞാൻ സഭ വിട്ടു പോകും. ഉടനെ പാസ്റ്റർ പറയാം അച്ഛൻ പ്രാർത്ഥിച്ചു തുടങ്ങിയ അച്ഛൻ. ബാക്കി നാളെ കഴിഞ്ഞ് ഇനി ഞാനിപ്പം ഇങ്ങോട്ട് വന്ന് അന്തരീക്ഷമൊക്കെ ഒന്ന് നോക്കി നിൽക്കുന്ന നാളെ കഴിഞ്ഞ്. സ്തോത്രം. ദൈവത്തിന് നിന്റെ കാശും വേണ്ട, പുത്തനും വേണ്ട, ചക്രവും വേണ്ട. നിന്റെ ഭൗതിക വസ്തുക്കളൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തിന് നിന്നെ ആവശ്യം. നിൻ പ്രാണൻ പോകും മുൻ ആത്മാവിൻ രക്ഷയെ നേടിയിടുക. നിൻ പ്രാണൻ പോകും മുൻ ആത്മാവിൻ രക്ഷയെ നേടിയിടുക. ശ്രീയേശു പാതെ വരുമോ നീ വേഗം. ശ്രീയേശു പാതെ വരുമോ നീ വേഗം. കാലം കളയാതെ നീ അതു മറക്കാതെ. ശ്രീയേശു പാതെ വരുമോ നീ വേഗം. ശ്രീയേശു പാതെ വരുമോ നീ വേഗം. കാലം നീ കളയാതെ നീ അതു മറക്കാതെ. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം.
മറ്റൊരുത്തലിനും രക്ഷയില്ല. മോനെ, എനിക്ക് ഈ മൈക്ക് നല്ല സുഖമായിട്ട് തോന്നുന്നു. ഞാൻ ഇനി അടുത്ത ഏരിയ വല്ലതും വരിക, മോൻ തന്നെ വരുന്നതാണ് നല്ലത്. നന്നായിരിക്കുന്നു. എനിക്ക് നിർത്താനും തോന്നുന്നില്ല. പിന്നെ ഇവർ ചിലർ ബൈബിളിൻ്റെ സിപ്പ് ഇട്ടുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലായി നിർത്താൻ സമയം. അതുകൊണ്ട് ഞാൻ അങ്ങ് അടങ്ങുക. നാളെ എനിക്ക് നേരത്തെ സമയം തരണം. എന്നാ ഞാൻ ഭാഷ 6:30 വന്നേര്. എനിക്കും പറഞ്ഞ നേരത്തെ പോകാമല്ലോ. സ്തോത്രം. നാളെ നിങ്ങളെല്ലാം നേരത്തെ വരണേ. കാരണം പിറ്റേന്ന് ഞായറാഴ്ച കൊണ്ട് സഭയിലൊക്കെ പോകേണ്ടതല്ലേ. നേരത്തെ അങ്ങ് ഓടണം. ഇന്നിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് നിൽക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് നിത്യ ദൈവമാ, ലോകത്തിന്റെ വെളിച്ചമാ ക്രിസ്തു. എന്റെ 2 മെഴുകുതിരി ഒന്നും യേശുവിന് വേണ്ട. അവിടുന്ന് വെളിച്ചമാ. 9-ാം അധ്യായത്തിൽ പുറവിലെ കുരുടനെ സൗഖ്യമാക്കിയ അത്ഭുതത്തിന്റെ ദൈവം. 10-ാം അധ്യായത്തിൽ നല്ല ഇടയനായ ദൈവം, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത ഇടയൻ, നല്ല ഇടയൻ. പാട്ടെല്ലാം വരുന്നുണ്ട്, ഞാൻ അങ്ങ് അടങ്ങുക. ദൈവത്തിന്റെ മഹത്വം. നല്ല ഇടയൻ. 11-ാം അധ്യായം 12-ാം അധ്യായം ചേർത്തങ്ങോട്ട് പഠിച്ചാൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം നാസറിനെ. 13-ാം അധ്യായം അന്ത്യത്താഴമാ, പെസഹ. 14-ാം അധ്യായത്തിന്റെ 1 നമ്മൾ വായിച്ചത്. നിങ്ങളുടെ ഹൃദയം ഇനി കമ്പിവാചകം പോലെ പറഞ്ഞങ്ങ് നിർത്താം. ഇന്ന് അങ്ങനെ നിൽക്കട്ടെ. 14-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യത്തിൽ അവിടുന്ന് തിരുവായി മൊഴിക്കുക, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. അത് പറയാൻ കാര്യം 13-ാം അധ്യായത്തിലെ സബ്ജക്റ്റ് അറിയാം, പെസഹ. പെസഹ ഇവിടെ കാണിക്കുന്ന പെസഹ ഒന്നുമല്ല. പെസഹ. പെസഹയുടെ സമയമായപ്പോൾ ശിഷ്യന്മാര് വന്ന് അവിടുത്തോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എവിടാ പെസഹ ഒരുക്കേണ്ടത്? അത് ചോദിക്കാൻ കാര്യം കയറി കിടക്കാൻ ഇടവില്ല. നിങ്ങളിങ്ങനെ യോഗം നടത്തി പോകുന്നതല്ലാതെ അലവൊന്നും വീടും മത്തുമൊന്നുമില്ല. എല്ലാം മിട്ടേച്ചല്ലേ ഈ കൂടെ വരുന്നേ. സ്തോത്രം. ഒടുവിൽ കരം കൊടുക്കാൻ പോലും കാശില്ല. യോഗം നടത്താൻ സ്ഥലമില്ല. സ്തോത്രം. ചില ദിവസങ്ങളിലൊക്കെ യോഗം കഴിഞ്ഞ് വിശന്ന് കൂറ കുത്തിയായി നിങ്ങൾ പോകുന്നത്. രോഗികളൊക്കെ സൗഖ്യമാകുന്നുണ്ട്, മരിച്ചവർ ഓർക്കുന്നുണ്ട്, വരുന്നവർക്കെല്ലാം വിടുന്നില്ല. പക്ഷേ ഇത് കഴിയുമ്പോൾ ഇതുങ്ങൾക്ക് കഴിക്കാനൊന്നും വിശന്ന് പ്രാണം തല്ലി ആരാണ്ട വയലിറങ്ങി കതിരി പറിച്ച് തിരുമി ഗതികേട് കണ്ടോ. വേറെ ജിമോന്റെ വീട്ടിൽ ചെന്നപ്പം വിശപ്പിന്റെ കാഠിന്യം കൊണ്ടാ കൈയൊന്നും കഴിക്കില്ല, ചാടി അങ്ങ് കഴിച്ചു. അന്നേരം മറ്റേ കക്ഷികളിരിക്കുക, നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നു. അവർ അർത്ഥം വെച്ച് തന്നെ അവർ കൈ കഴുകാതെ. അവ യേശു നല്ല ചുട്ട മറുപടി കൊടുത്ത്, അകത്തോട്ട് പോകുന്ന ഒന്നുമല്ല. അകത്തിന്ന് നിന്റെ അകത്ത് ദുഷ്ടതയും ചാതിവും വഞ്ചനയും കുശുമ്പും കുന്നായ്മയും എല്ലാം വെച്ച ഗ്ലോറി വിക്ടറി എന്ന് പറഞ്ഞ് നീ പടലിട്ട് അലക്കുന്നത്. കുരുക്ക് അകത്ത് മുഴുവൻ പാരയും ടോർപ്പിടുകയും കൂട്ടുവേലക്കാരന് പാര വെക്കുകയും കൂട്ട് ദൈവദാസന്മാരെ ചതിക്കുകയും ദൈവമക്കൾക്ക് പാര വെക്കുകയും അയലത്തുകാരോട് നീ മിണ്ടുകയില്ല, സഹോദരങ്ങളോട് മിണ്ടത്തില്ല, അപ്പുറത്തുകാരോട് നീ അതിരും തർക്കമുണ്ടായി, അപ്പൻ്റെ സഹോദരങ്ങളോട് മിണ്ടുകയില്ല, സ്വന്തം പെങ്ങളെ വീട്ടിൽ കയറ്റുകയില്ല, സ്വന്തം അനിയത്തിയും ചേടുത്തിയും ഉടക്കാൻ. ഇതെല്ലാം വെച്ചേച്ച് നീ പറയാ കൈ കഴുകാതെ. അടുത്താ പറഞ്ഞ അകത്തോട്ട് പോകുന്നതല്ല, അകത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്നതാ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ യേശു കർത്താവ് ഈ ശിഷ്യന്മാർ ചോദിക്കുക, എവിടെ പെസഹ ഒരുക്കണം? കർത്താവ് ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല. കൊച്ചുഞ്ഞത് വെച്ച് പാടി, ഞാൻ ഈ കൂടുതലും പാട്ട് പാടുന്ന അതിനകത്തെല്ലാം മെസ്സേജാ. അത് തലയ്ക്കകത്ത് ആളതാമസമുള്ളവർക്ക് പിടികിട്ടും. കൊച്ചുഞ്ഞുപദേശി അതാ പറഞ്ഞത്, ജന്മസ്ഥലം വഴിയം ബലം ശയ്യാഗൃഹം പുൽക്കൂടാകി. ജന്മസ്ഥലം വഴിയം ബലം ശയ്യാഗൃഹം പുൽക്കൂടാക്കി. വഴിയാധാര ജീവിയായി ഭൂലോകത്തിൽ സഞ്ചരിച്ചു. വരനില്ലാതെ തലചായ്ക്കാനും തലമില്ലാതെ അരക്കാശീനും മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ല. അരക്കാശിന് മുതലില്ല, തലചായ്പാൻ ഇടമില്ല. അതുകൊണ്ടാ ശിഷ്യന്മാര് വന്ന് ചോദിച്ചത്, എവിടാ ഞങ്ങള് നമുക്ക് പാടണമെന്നൊക്കെ ഉണ്ട്, നാളെ ഇരുന്ന് നേരത്തെ തുടങ്ങുന്നുണ്ട്. സ്തോത്രം.
കർത്താവ് ഉടനെ ശിഷ്യന്മാരോട് പറഞ്ഞു, എതിരെയുള്ള ആ നഗരത്തിൽ ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ ഒരുത്തൻ ഒരു കുടം വെള്ളവും കോരിക്കൊണ്ട് എതിർപ്പെടണം. അന്നേരം എന്തോ ചെയ്യണം? അവന്റെ കുടവും വെള്ളവും തള്ളി താഴെ ഇടണം. ഇപ്പോഴാന്നോടാ വെള്ളം കോരിക്കൊണ്ട് അതങ്ങനെ അവൻ കുടവും വെള്ളം കോരിക്കൊണ്ടുമ്പോ അവനെ ഒന്നും ചെയ്യണ്ട, അവന്റെ പുറകെ നിങ്ങൾ ചെല്ലണം. അവനൊരു വലിയ വീട്ടിലോട്ട് കയറും, നിങ്ങളും അവിടെ. അപ്പം വീട്ടുടെ ഇവനോട് കാര്യം പറയണം. ഗുരുവിന് പെസഹ ഒരുക്കാൻ ശാല എവിടെ? അവൻ വിരിച്ചൊരുക്കിയ ഒരു വന്മാളിക കാണിക്കും. കൃത്യം ഇതുപോലൊക്കെ സംഭവിച്ചു. ഓടിച്ചു നിർത്തുക. ശിഷ്യന്മാർ യേശുവും ഈ വന്മാളികയെ ചെന്നു. വിരിച്ചൊരുക്കിയ വന്മാളിക, അപ്പർ റൂമെന്നാ ഒരു പ്രയോഗം, ഫർണിഷ്ഡ് റൂമെന്നാ. എല്ലാം ഫർണിഷ് ചെയ്തിരിക്കുക ഇഷ്ടം പോലെ. ഈ ശിഷ്യന്മാരും യേശുവും കൂടെ അവിടെ ചെന്നിരുന്നു. എൻ്റെ ഭാവനയും കൂടെ ചേർത്താ. കർത്താവ് നടുക്കിരിക്കുന്നു, ശിഷ്യന്മാർ വട്ടം ഇരിക്കുന്നു. അപ്പം ഇരുന്ന് കഴിഞ്ഞപ്പം ഈ ശിഷ്യന്മാർ ഈ വീടിൻ്റെ പണിയും ലൈറ്റും ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും ഇതിൻ്റെ പ്രൗഢിയും, പട്ടണത്തിലല്ലേ ഇവരെല്ലാം കടപ്പുറത്ത് ജീവിച്ചവരും മുക്കുവന്മാരും കടലും വലയും പടകും അങ്ങനെയൊക്കെയുള്ള രീതികളാ പലരും. ഇവർ പട്ടണത്തിൽ ചെന്ന് വീടൊക്കെ കണ്ട് അന്തം വിട്ടുപോയ അകവാള് വെട്ടി. അപ്പം ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു, ഇവർ പറയാ, എന്തായാലും പീറ്ററെ നമുക്കിങ്ങനെ ഒരു വീട്ടിൽ കയറാനെങ്കിലും. വീട്ടിൽ പറഞ്ഞു, ഞാനും വന്നപ്പം മുതലത്. ഒരുത്തൻ പറഞ്ഞു, ആ ലൈറ്റൊക്കെ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന അന്നാത്ത്. അന്ത്രയോസ് പറഞ്ഞു, അത് കെടുകയും. അന്ത്രയോസ് പറഞ്ഞു, ഞാൻ കുറേ നേരമായിട്ട് സെറ്റ് ചെയ്യൽ പൊങ്ങി ഇരിക്കുകയും ചെയ്യാം, നല്ല സുഖമുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ വിവരിക്കുന്നില്ല, ഇതെല്ലാം പറഞ്ഞ് ഇവരാകെ ഹൃദയം അങ്ങ്. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ഏതായാലും നമ്മൾ അങ്ങേരുടെ കൂടെ കൂടിയത് കൊണ്ട് ഇതിനകത്ത് കയറാനെങ്കിലും, അല്ലെ കടലിൽ കിടന്ന് ഊപ്പാട് വന്നേനെ. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ഞാനും അത് തന്നെ പറയുന്നത്, പുള്ളിയുടെ കൂടെ ആയാലും 2-3 കൊല്ലമായിട്ട് നമ്മൾ കൂടിയോണ്ട് ഇതിനകത്ത് പറഞ്ഞത്, പുള്ളി സൂക്ഷം നമ്മളെ ഇതിനകത്ത് നടക്കും. അല്ല ശരിയാ, പുള്ളി ഉള്ളത് കൊണ്ടാണ് നിന്നെ ഇരുത്തുന്നത്. യേശു നിന്റെ ഉള്ളത്തിലുള്ളത് സേവിക്കുന്നത് കൊണ്ട് ആരേലും 10 രൂപയോ പച്ചവെള്ളമോ നിനക്ക് തരുന്നത്. യേശു വലിയ ഒരു കാക്കപ്പട്ടിക്ക് പോലും നിന്നെ വേണ്ട, യേശു ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ശിഷ്യന്മാര് പറഞ്ഞു, നമുക്ക് ഇതൊക്കെ കാണാനേ വിധിച്ചിട്ടുള്ളൂ, ഇതൊന്നും ഇത്ര വീടൊന്നും നമുക്ക് ഇനി ഉണ്ടാക്കാൻ. ഇങ്ങനെയൊക്കെ ഇവരുടെ ഹൃദയം അങ്ങ് കലങ്ങി. ആ കലക്കം കർത്താവും മനസ്സിലാക്കി. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞ, ഹൃദയം കലങ്ങരുത്. ഈ വീടിന്റെ പണിയൊക്കെ കണ്ട് ആ കലങ്ങാൻ ഒരു കാരണം, അത് അടുത്ത വാക്യത്തിൽ തെളിയുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, ഹൃദയം കലങ്ങരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലം. അപ്പൊ സർവജ്ഞാനിയായ കർത്താവിന് മനസ്സിലായി, യവന്മാരെല്ലാം ഈ വീടിന്റെ പണിയും കണ്ടാ കലങ്ങിയിരിക്കുന്നത്. ഒരു കാരണം, പല കാര്യത്തിലും ഒന്ന്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഈ വീടും പണിയും കണ്ട് കലങ്ങരുത്, വേറൊരു വീട് ഞാൻ ഒരുക്കുന്നുണ്ട്. ഇവിടുത്തെ വീട് ലത്തൂരിലുണ്ടായി ചെറിയൊരു അനക്കം പോലെ അനക്കാൻ മതി, പപ്പടം പൊടിയും പോലെ ഇത് പൊടിയ തരി പോലും കിട്ടത്തില്ല. എന്നാൽ അപകരിക്കാത്ത, പണിത് അവ ഇടിച്ചു കളയാത്ത, നശിച്ചു പോകാത്ത ഒരു ഭവനം ഉയരത്തിലുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. കമ്പിവാചകം പോലെ ഞാൻ അങ്ങ് നിർത്തുക, ബാക്കി നാളെ പറയാം. ദൈവത്തിന് സ്വത്രം. ഹൃദയം കലങ്ങരുത്. 4-5 കൂട്ടം കാര്യം, അത് വിവരിക്കുന്നില്ല, പോയിന്റ് പറയാം. ഹൃദയം കലങ്ങരുത്. ഒന്ന്, നമുക്കൊരു ദൈവമുണ്ട്. ഏത് ദൈവം? സത്യദൈവമാകുന്ന ക്രിസ്തു. അതുകൊണ്ട് ഹൃദയം കലങ്ങരുത്. ഇവിടെ ആരുമില്ലേലും നിനക്ക് ദൈവമുണ്ട്, ഹൃദയം കലങ്ങരുത്. 2, ഹൃദയം കലങ്ങരുത്, കാരണം നമുക്കൊരു സ്ഥലം അവിടെ ഉണ്ട്. ഇവിടെ നീ 1,00,000 വീട് കോളനിയിലായിരിക്കും ഒരു പക്ഷേ താമസിക്കുന്നത്, സ്തോത്രം. പക്ഷെ ചെന്ന് കയറാൻ പോകുന്ന ഭവനം, ഇവിടെ ചെല്ലാൻ പോകുന്ന അതിന്റെ വീതി തന്നെ സ്വച്ഛസ്ഫടിക തുല്യമാണ്. മതിലിന്റെ പണിയെ പറ്റിയേ പറഞ്ഞിട്ടുള്ളൂ, വീട് പണിയെ പറ്റി അവിടെ ഒന്നും. പൊക്കമുള്ള വൻമതില്, വൈഡൂര്യം, നഖവർണി, പുഷ്യരാഗം, ഗോമേതകം, പത്മരാഗം, സുഗന്ധി രത്നങ്ങൾ, സ്വച്ഛസ്ഫടിക തങ്ക തുല്യം നിർമ്മിതം, 12 പേരുകൾ, കല്ലുകൾ, എന്തെല്ലാം കല്ലുകൾ, അതെല്ലാം മതിലിൻ്റെതാ. മതിലിനാണോ കൂടുതൽ പണിയും മെച്ചവും? വീടിനാണോ? വീടിനാ. അപ്പം മതിലിൻ്റെതായി പറഞ്ഞിട്ടുള്ളൂ. വീടെന്തുമായിരിക്കും? ഒരു വിശ്വാസവും ഇല്ല, ചുമ്മാ വന്നിങ്ങനെ നോക്കിയിരിക്കുക. അങ്ങ് ചെല്ലാൻ പോകുന്ന പിന്നെ പോകുന്നില്ലായിരിക്കും. അതുകൊണ്ടാണ് പോകുന്നവരുടെ കാര്യമായി പറഞ്ഞത്. ഹൃദയം കലങ്ങരുത്.
ഒരു നല്ല സ്ഥലം ഒരുക്കുന്നുണ്ട്. ഒന്ന് നമുക്കൊരു ദൈവമുണ്ട്. രണ്ടൊരു സ്ഥലം ഒരുക്കുന്നുണ്ട്. ഇവിടെ ഒരു പക്ഷേ നിനക്ക് 1 സെന്റ് സ്ഥലമെങ്കിലും നിരാശപ്പെടരുത്. നാഗൽ സാഹിബ് പാടിയ പാട്ട് അറിയാവല്ലോ. പേടിയില്ലെങ്കിൽ പാട്. സ്ഥലം വിശേഷം ഫലം എത്ര മധുരം വേണ്ട വേണ്ട ഭൂപ്രദേശം. ചാകത്തൊന്നുമില്ല അങ്ങ് പാട് വെപ്രാളമാണ്. നിങ്ങളിപ്പോ ചിന്തിക്കുക, ഇങ്ങനെ വന്നപ്പം മുതൽ മരണത്തിന്റെ വിഷയങ്ങളാ. സ്തോത്രം. സ്ഥലം വിശേഷം ഫലമേത്ര മധുരം സ്ഥലം വിശേഷം ചേർന്ന് പാടും. ദൈവത്തെ സ്തുതിക്ക്. ഹൃദയം കലങ്ങരുത്. 1, ഒരു ദൈവമുണ്ട്. 2, ഒരു സ്ഥലമുണ്ട്. 3, നമുക്ക് വേണ്ടി ഒരുവൻ പക്ഷപാതം ചെയ്യുന്നുണ്ട്. സ്തോത്രം. 4, തിരിച്ചു വരും. ഹൃദയം കലങ്ങരുത്, തിരിച്ചു വരും. ഇവിടുന്ന് പല പുള്ളിക്കാർ പോയി ആരും തിരിച്ചു വരുമെന്ന് ഒന്നും പറയാതാന്നല്ലോ പോയത്. അപ്പച്ചൻ എങ്ങനെയാ മരിച്ച? അവസാനം പിന്നെ എന്തേലും പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ പോയത്? കണ്ണ് മറിഞ്ഞിങ്ങനെ നോക്കുന്ന കണ്ട്. ഇങ്ങനെയൊക്കെ ആ പല അപ്പച്ചന്മാർ ഇവിടുന്ന്. യേശു അങ്ങനല്ല പോയത്. എല്ലാവരെയും വിളിച്ചു കൂട്ടി അന്ത്യകൽപ്പന കൊടുത്ത്. പറയേണ്ട കാര്യമല്ല. ഇവിടെ ഇരുന്നോണം. മേളിൽ നിന്ന് പുള്ളി വരും. ആരാ? കാര്യസ്ഥൻ. അന്നേരം ചക്കരി കിട്ടും. അന്നേരം അതിൻ്റെ പരുവത്തിന് എഴുതാൽ മതി. ഒക്കെ ഇവിടെ ഇരുന്നോണം. എല്ലാം പറഞ്ഞേച്ച്. അല്ല, കണ്ണ് മറിഞ്ഞേച്ച് പോകുകയല്ലായിരുന്നു. വരാന്ന് പറഞ്ഞ് ചുണ്ട ഇടുകയല്ലായിരുന്നു. യേശുവിൻ്റെ കാര്യമെല്ലാം കൃത്യമാണ്. തിരിച്ചു വരുമെന്ന് വിശുദ്ധന്മാരെ ചേർക്കാൻ. അതുകൊണ്ട് ഹൃദയം 1 ദൈവമുണ്ട്. 2 സ്ഥലമുണ്ട്. സ്തോത്രം. 3 ഒരു പാർപ്പിടം ഒരുക്കുന്നുണ്ട്. ഹൃദയം കലങ്ങരുത്. 4 തിരിച്ചു വരുമെന്ന്. 5 അതുകൂടെ പറഞ്ഞങ്ങ് നിർത്തുക. തിരിച്ചു വന്ന് ചേർത്തേച്ച് ഇരിക്കുന്ന ഇടത്ത് കൊണ്ട് ഇരുത്തും. ഇവിടെ ചിലപ്പോൾ നമ്മളെ ഇരിക്കേണ്ടടുത്തല്ല പലരും ഇരുത്തുന്നത്. അതായത് മുടുത്ത ടൈ കെട്ടി വന്ന, അത് അമേരിക്കയിൽ നിന്ന് വന്ന പാസ്റ്റ നടുക്ക് വന്നിരുന്നാട്ടെ. ആ വീതി കുറഞ്ഞ ടൈ അത് ലണ്ടനിൽ നിന്ന് വന്നതാ. അമേരിക്കയുടെ അപ്പുറം ഇരുന്നാട്ടെ. ടൈ ഇല്ലാതെ വന്നത് ഇൻ ചെയ്ത് അത് ഗൾഫിൽ നിന്ന് വന്നതാ. ബേക്കുട്ടി ഇവിടെ വന്നിരുന്നാട്ടെ. ഷർട്ടിട്ടുകൊണ്ട് വന്നതാരാ? ഇൻ ചെയ്യാതെ അത് നോർത്ത് ഇന്ത്യ എന്ന് വന്നതാ. ഇരുമ്പ് കസാരയായിരുന്നു. പിന്നെ ചപ്പലില്ലാതെ സഞ്ചിയും തൂക്കി ട്രാക്ട് പാട്ട് വന്ന ഉപദേശി. അത് ഇവിടെ നാട്ടിലുള്ളതാ. എവിടെ? എന്താ, കള്ളിക്കാടോ? പറയിലിരുന്നാ മതി. ഇവിടെയൊക്കെ കാശ് നോക്കി, പണം നോക്കി, പ്രതാപം നോക്കി, കുലമഹിമ നോക്കി, കുടുംബമഹിമ നോക്കി, പണം നോക്കിയൊക്കെയാ പലരും ഇരുത്തുന്നത്. എന്നാൽ അവിടെ ചെന്ന് അങ്ങനെ അല്ലിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ കൂടെ നിന്നെ ഇരുത്തുക. ഹൃദയം കലങ്ങരുത്. ബാക്കി നമുക്ക് നാളെ ചിന്തിക്കാം. എല്ലാവരും കരമുയർത്ത് ദൈവത്തെ സ്തുതിച്ചേ. ദൈവത്തിന് മഹത്വം കൊടുക്ക്. ദൈവത്തിന് മഹത്വം കൊടുക്ക്. ദൈവത്തിന് മഹത്വം കൊടുക്ക്. ദൈവത്തിന് മഹത്വം കൊടുക്ക്. യേശു മാത്രം രക്ഷകൻ. യേശു മാത്രം ദൈവം. രാത്രി അല്പസമയങ്ങൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക്. കരമുയർത്തി ഹല്ലേലൂയ പാട്. കരമുയർത്തി ഹല്ലേലൂയ പാട്. ആ പഴയ പാട്ടിന്റെ 2 ചരണം പാടാനേ ഇന്ന് നേരമുള്ളൂ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്നവൻ, എത്ര നല്ലവൻ മതിയാവശ്യങ്ങൾ അറിഞ്ഞിടുന്ന
സഹായകൻ താൻ. ഓ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ആ റോഡിലും പരിസരത്തിലുമൊക്കെ അനേക സഹോദരന്മാർ കസേരയില്ലാതെ നിന്ന് യോഗത്തിൽ സംബന്ധിച്ചു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് 5-6 കസേരയും കൂടെ കൊണ്ടുവരണേ. എല്ലാം നിന്ന് ഊപ്പാട് വന്നതാ. അപ്പൊ നാളെ നേരത്തെ എല്ലാവരും കർത്താവ് അനുവദിച്ചാൽ നമുക്ക് ഒന്നിച്ചുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരപേക്ഷ, ദൈവത്തിന്റെ വലിയ കൃപ ചൊരിയുന്നത് കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇതുവരെ നിൽക്കുന്നത്. ഇനിയും ഒരു വെക്കണമെങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ആവശ്യമാണ്. അതുകൊണ്ട് രാത്രിയിലുമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എളിയ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അമ്മമാരൊക്കെ പ്രാർത്ഥിക്കണേ. സ്തോത്രം. മൊബൈൽ ഇന്ന് ഒത്തിരി കാണണ്ട. എനിക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കണം.